പശുവിനെ പോലും അവളെ തിരക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവന് ചിരി പോലും വന്നിരുന്നു. ഫോൺ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി. ഇനി വീടിന്റെ റോഡിലൂടെ പോകുന്ന പട്ടിയും പൂച്ചയും കൂടെ തിരക്കിയില്ലായിരുന്നോ? ചെറുചിരിയോടെയാണ് അവൻ അത് ചോദിച്ചത്. ഓഹോ, ഇതും തുറന്നു വെച്ച് എന്റെ സംസാരം കേൾക്കുമായിരുന്നോ? അവൾ ചോദിച്ചു. പതുക്കെ പതുക്കെ തന്നോടുള്ള അകലം അവൾക്ക് കുറയുന്നത് അവനും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ ഇന്നലെ വേറൊരു ലോകത്ത് പെട്ടതുപോലെയായിരുന്നു. എൻ്റെ വീട്ടിൽ എല്ലായിടത്തും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ നട്ടുനനച്ച ചെടികൾ, ഞാൻ വളർത്തുന്ന പൂവാലി, അങ്ങനെ എല്ലാത്തിലും. അവിടുത്തെ കാറ്റിന് പോലും എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും. പെട്ടെന്ന് അവൾ വീട്ടിലേക്ക് പോയെന്ന് അവന് തോന്നിയിരുന്നു. തന്നെ എനിക്ക് ഒട്ടും പിടികിട്ടുന്നില്ല, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തൻ്റെ ക്യാരക്ടർ. അതെനിക്കൊരു കോംപ്ലിമെൻ്റ് അല്ലേ? ചിരിയോടെ മറുപടി പറഞ്ഞവൾ. തിരക്കിലല്ലേ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോട്ടെ? അവൻ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി. ഉച്ചയായില്ലേ, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് അമ്മയുടെ അടുത്ത് പോയി കുറച്ചു നേരം ഇരിക്കാം, പോരെ? അമ്മയ്ക്കൊരു സന്തോഷമാകട്ടെ. അങ്ങനെ വേണം കണ്ണേട്ട. കണ്ണേട്ടൻ അങ്ങനെ പോകാറില്ല എന്ന് അമ്മ പറഞ്ഞു. കൂടുതലും ഒറ്റപ്പെടലാണ് അമ്മയ്ക്ക്. കൂടുതൽ സമയം സംസാരിച്ചിരുന്ന രോഗമുണ്ടെന്ന് കരുതില്ല. അപ്പോൾ അസുഖം കുറയും. എനിക്ക് ഇതിനൊന്നും സമയമില്ലായിരുന്നല്ലോ. എനിക്ക് മനസ്സിലാവും, എത്ര തിരക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ ഈ നെട്ടോട്ടം മുഴുവൻ. അവർക്ക് സമയം കൊടുക്കാനും നമ്മുടെ സാന്നിധ്യം നൽകാനും പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം? അതുകൊണ്ട് അതിനർത്ഥം പിന്നെ എന്താണ്? അവൾ ചോദിക്കുന്നതെല്ലാം മികച്ച ചോദ്യങ്ങളാണെന്ന് അവന് തോന്നി. അതിലെല്ലാം ന്യായമുണ്ടെന്നും തോന്നിയിരുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എനിക്ക് അടുത്ത ആഴ്ചയാ ഷൂട്ട് തുടങ്ങുക. ആദ്യം ഒരു പാട്ട് സീനാണ്. ഹൈദരാബാദിലെ റമോജി ഫിലിം സിറ്റിയിലായിരിക്കും. അതുകൊണ്ട് എനിക്ക് പോകണം. തന്നെ കൊണ്ടുപോകാമായിരുന്നു. അയ്യോ വേണ്ട, എനിക്ക് ഫ്ലൈറ്റ് പേടിയാ. പോകുന്നതിന് മുമ്പ് എനിക്കൊരു സഹായം ചെയ്യുമോ? എന്താടോ? എൻ്റെ കോളേജിൽ ഒന്നുകൂടെ വരുമോ? എനിക്ക് ക്ലാസ് തുടങ്ങി. അത് ഞാൻ അറേഞ്ച് ചെയ്യാം. തൽക്കാലം കോളേജിൽ പോകണ്ട, ഇവിടുന്ന് പഠിച്ചാൽ മതി. നമുക്ക് ഒരുമിച്ച് അവിടെ ചെന്ന് പ്രിൻസിപ്പാളിനോട് സംസാരിക്കാം. അതിന് ഞാൻ വരാം. നാളത്തെ ഫംഗ്ഷൻ കഴിഞ്ഞൊരു ദിവസം പോകാം. നാളെ ഒരു ഇവൻ്റ് ടീം ഇവിടെ വരും. നാളത്തെ ഫംഗ്ഷൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവർ വരുന്നത്. ഞാനൊരു ലെഹങ്ക ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് ഇഷ്ടമാവുമോ എന്നൊന്ന് നോക്കണം. തൻ്റെ വീട്ടിലേക്കും ഞാനിന്ന് വണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കല്യാണം പോലെയല്ല, അത്യാവശ്യം ക്രൗഡായിരിക്കും, അവൻ പറഞ്ഞു. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും മീഡിയയിൽ നിന്നുമൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട കുറേ പേര് വരും. ഒരുപാട് ക്യാമറകൾ ഉണ്ടാകും. അപ്പോൾ പതറിപ്പോവരുത്, കട്ടയ്ക്ക് നിന്നോണം, ചിരിയോടെ അവൻ പറഞ്ഞു. അങ്ങനെയൊന്നും പറയില്ലേ കണ്ണേട്ട. എനിക്ക് കേട്ടിട്ട് തന്നെ എന്തോ ഒരു തരിപ്പ് പോലെ. ഞാൻ ഇങ്ങനെയൊന്നും ഇതുവരെ നിന്നിട്ടില്ല. അവളുടെ നീട്ടിയുള്ള കണ്ണേട്ടാന്ന് വിളി വല്ലാത്തൊരു അനുഭൂതി അവനിൽ നിറച്ചിരുന്നു. ആളുന്ന അഗ്നിയിൽ നിന്ന് തുഷാരത്തിലേക്ക് എത്തിയതുപോലെ. അത്രയ്ക്ക് പേടി തോന്നുകയാണെങ്കിൽ എൻ്റെ വലത്തെ കൈയിലേക്ക് മുറുക്കെ പിടിച്ചാൽ മതി. അപ്പോൾ എന്താ വിശേഷം? പെട്ടെന്നവൾ ചോദിച്ചു. നമ്മുടെ കൈയോട് ചേർത്ത് പിടിക്കാൻ ഒരു കൈ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രത്യേക ആത്മവിശ്വാസം തോന്നില്ലേ? നമ്മൾ ഒറ്റയ്ക്കല്ല, ഒപ്പം ഒരാളുണ്ടെന്നൊരു തോന്നലുണ്ടാവില്ലേ? ആ തോന്നലിന് $1 മില്യൺ വിലയുണ്ട്. ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളും ആ ചിരിയിൽ പങ്കുകൊണ്ടു. അച്ഛനും അമ്മയും പരിപാടിക്കുണ്ടാവും അല്ലേ? ഉത്സാഹത്തോടെ ചോദിച്ചു അവൾ. തൻ്റെ അച്ഛനും അമ്മയും വരണ്ട എന്നാണോ? മറുചോദ്യം എറിഞ്ഞവൻ. അങ്ങനെയല്ല, കണ്ണേട്ടൻ്റെ ഒരു സ്റ്റാറ്റസിന് അവരൊക്കെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടായാലോ? ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ? മടിയോടെ അവൾ പറഞ്ഞു. ഉണ്ടാകും, പക്ഷെ എല്ലാവരേക്കാൾ അവിടെ VIP താനായിരിക്കും, അവൻ പറഞ്ഞു. അപ്പോൾ അവിടെ മുൻപിലുണ്ടാകേണ്ടത് തൻ്റെ വീട്ടുകാരാണ്. പിന്നെ ഈ സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും പോകാവുന്നതാണോ? പിന്നെ തനിക്കും തൻ്റെ വീട്ടുകാർക്കും എന്താ ഒരു കുറവ്? കുറച്ച് പണത്തിൻ്റെ കുറവുണ്ടെന്നല്ലേ ഉള്ളൂ. അതൊരു കുറവല്ല. ഈ പണം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോകാം. അതിൽ നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യവുമില്ലടോ. സരീവിന് കുറെ മിഥ്യാധാരണകളുണ്ട്, അത് മാറ്റണം. ഒന്നാമതായിട്ട് ഞാൻ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന രീതിയിലാണ് താൻ സംസാരിക്കുന്നത് പോലും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് താൻ മാറ്റണം. എൻ്റെ ദേഹത്ത് നിന്ന് ചോര പൊടിഞ്ഞാലും ചുവപ്പ് നിറം, തൻ്റെ ദേഹത്ത് നിന്ന് ചോര വന്നാലും ചുവപ്പ് നിറം. എല്ലാ മനുഷ്യരുടെ സൃഷ്ടിയും ഒരുപോലെയാണല്ലോ. ഓരോ സ്വഭാവങ്ങളും കഴിവുകളുമാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. ജനറ്റിക്കലി നമ്മളെല്ലാം ഒന്നു തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം, പക്ഷെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ പോലും ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുമ്പോഴും കണ്ണേറ്റൻ്റെ ഒപ്പം ചെല്ലുമ്പോഴും വ്യത്യാസം ഉണ്ടാവില്ലേ? ഒറ്റയ്ക്കാവുമ്പോൾ ആരും ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പോലുമില്ല. അതേസമയം ഞാൻ കണ്ണേട്ടൻ്റെ കൂടെയാണ് വരുന്നതെങ്കിൽ എനിക്ക് അവിടെ കിട്ടുന്ന പരിഗണന അത് വലുതാകും. അത് കണ്ണേട്ടന് കിട്ടുന്നതാണ്.
അല്ലാതെ സരയു എന്ന വ്യക്തിയെ ആർക്കും അറിയില്ല. മിഥുന്റെ ഭാര്യയായ സരയുവിനെ എല്ലാവർക്കും അറിയാം. അതാണ് വ്യത്യാസം. തൻ്റെ ചിന്തകളൊക്കെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാത്തതാണ്. ഏതായാലും പരിപാടി നമുക്ക് ഉഷാറാക്കണം. മാധ്യമങ്ങൾ ഒരു വലിയ പടമായിട്ട് തന്നെ വരും. എല്ലാവരെയും കണ്ട് ഭയപ്പെട്ടു പോകരുത്. അവർക്കൊരു മാസത്തേക്കുള്ള സംഭവമാണ് ഈ വാർത്തകളൊക്കെ. പിന്നെ കുറച്ചു പേരുടെ മുൻപിൽ ഞാൻ തോറ്റിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ കൂടി വേണ്ടിയാണ്. അല്പം വാശിയോടെ പറഞ്ഞു അവൻ. ഒരുപാട് മുകളിലേക്കുള്ള ആഘോഷങ്ങൾ വേണ്ടിയിരുന്നില്ല കണ്ണേട്ട. എനിക്ക് പറയാമോ എന്നറിയില്ല. നമ്മൾ തമ്മിൽ 1 വർഷത്തിനു ശേഷം യാത്ര പറയുമ്പോൾ അത് കൊട്ടിഘോഷിക്കാനും ഈ മാധ്യമങ്ങൾ ഉണ്ടാവില്ലേ? ചെറുനോവോടെയാണ് അവൾ പറഞ്ഞത്. ആ ചോദ്യത്തിനൊരു നിമിഷം അവനൊന്ന് നിശബ്ദനായി. അതൊരു ചോദ്യം തന്നെയായിരുന്നു. ഞാനിപ്പോൾ നാളെയെ പറ്റി ചിന്തിക്കാറില്ല സരയു. ഇന്നിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്ലാനിങ്ങും ഉള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ പ്ലാനിങ് അനുസരിച്ചല്ല അതൊന്നും നടന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ ആദ്യമായി ഷികയെ പരിചയപ്പെടുന്നത്. അന്നു മുതൽ അവൾ മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഒരു ജീവിതം സ്വപ്നം കണ്ടത് അവൾക്കൊപ്പം. ഉള്ളിലെപ്പോഴോ പേറിയ സിനിമാ മോഹമായി ചെന്നൈയിലെത്തിയ ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. പരിചയത്തിലുള്ള സുഹൃത്തുക്കൾ വഴി ആദ്യമായി തമിഴ് സിനിമയിൽ ചാൻസ് ചോദിച്ചു. പല സെറ്റുകളിലും അലഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് തമിഴ് സിനിമയിൽ അവസരം കിട്ടുന്നത്, അതും നായകന്റെ കൂട്ടുകാരനായിട്ടായിരുന്നു കിട്ടിയത്. ചെറിയൊരു റോളിൽ. അതിൽ നിന്ന് ഇന്നത്തെ മിഥുനിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല. ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് ഓർത്തു വയ്ക്കാൻ സാധിക്കുന്ന ഒരു കഥാപാത്രമായിട്ട്. പിന്നീട് അച്ഛനെ സഹായിക്കാനായി ബിസിനസ്സിലേക്ക് പോകണം. കാനഡയിൽ പോയി ഗ്രാജുവേഷൻ ചെയ്യണം. അങ്ങനെ മോഹങ്ങളുള്ള ഒരു പയ്യൻ മാത്രമായിരുന്നു ഞാൻ. അതായിരുന്നു ഞാൻ കണ്ട സ്വപ്നം. പക്ഷേ എനിക്ക് സിനിമകൾ കിട്ടി. പതുക്കെ പതുക്കെ ആ സ്റ്റാർഡം എന്നെയും എപ്പോഴൊക്കെയോ മോഹിപ്പിച്ചു തുടങ്ങി. താൻ പറഞ്ഞതുപോലെ എല്ലായിടത്തും എനിക്ക് ലഭിക്കുന്ന പരിഗണന, എല്ലാവരും എനിക്ക് നൽകുന്ന ബഹുമാനം, അവയോടൊക്കെ എനിക്കൊരു ലഹരിയായിരുന്നു. അപ്പോഴാണ് ഷിക എന്നോട് പറയുന്നത് അവൾക്കും ആഗ്രഹമുണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന്. എൻ്റെ നായികയായി ആദ്യ ചിത്രം. ആ ചിത്രം വലിയ വിജയമായി മാറിയിരുന്നു. പിന്നീട് അങ്ങോട്ട് അവൾക്കും സിനിമകൾ കെട്ടിത്തുടങ്ങി. എന്നേക്കാൾ കൂടുതൽ തിരക്കുള്ള നടിയായി. തമിഴിലും തെലുങ്കിലും വരെ അവൾ തിളങ്ങി. ഇതിനിടയിൽ എപ്പോഴൊക്കെയോ ഷിക എന്നിൽ നിന്നും അകന്നു തുടങ്ങിയിരുന്നു. അവൾ ഒരു നായിക മാത്രമായി മാറിയിരുന്നു. ദിവസവും 3 നേരം ഞാൻ വിളിച്ച് സംസാരിച്ചില്ലെങ്കിൽ പിണങ്ങുമ്പോൾ ഒരു വട്ടം പോലും എന്നെ വിളിക്കാതെയായി. ഈഗോ ആയിരുന്നില്ല, മറ്റു കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. സിനിമയായിരുന്നു അവളുടെ ഇഷ്ടമെങ്കിൽ അത് സാധിച്ചു കൊടുക്കാൻ ഞാൻ ഒരുക്കമായിരുന്നു. വിവാഹം കഴിഞ്ഞു പോലും അഭിനയിച്ചോളാൻ ഞാൻ പറഞ്ഞതാണ്. അവൾ ഡേറ്റും കൊടുത്തതായിരുന്നു. എന്നേക്കാൾ കൂടുതൽ സിനിമകൾ അവൾക്ക് ലഭിക്കുന്നതായിരുന്നു എൻ്റെ ഇഷ്ടം. അവൾ എന്നേക്കാൾ ഉയർന്നതാണെന്ന് ഞാൻ കരുതുന്നത് കൊണ്ട് ഒന്നുമായിരുന്നില്ല ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ. സിനിമ എന്ന വെള്ളി വെളിച്ചം ഷികയെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാകും. ഓർക്കാതിരിക്കാനാണ് സരയു എനിക്കിഷ്ടം. ഞാൻ പറഞ്ഞു വന്നത് നാളെയെ പറ്റി, അതായത് ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് മാത്രമാണ്. ഇന്നത്തെ ദിവസം എനിക്കുള്ളതാണ്, നാളെ എനിക്കുള്ളതാണ് എന്ന് എനിക്ക് ഉറപ്പില്ലല്ലോ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മൾക്ക് ഉറപ്പില്ലാത്ത ജീവിതമല്ലേ? അത്രയും പറഞ്ഞ് അകന്നു പോകുന്നവനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവൻ്റെ ഉള്ളിൽ ആരോടും പറയാത്ത, എന്നാൽ വളരെയധികം മുറിവേറ്റൊരു വേദനിക്കുന്ന സംഭവമുണ്ട് എന്ന്. അതാണ് അവനെ തളർത്തുന്നത്, ജീവിതത്തെ പൂർണ്ണമായും അവനെ മടുപ്പിക്കുന്നത്. അതിൽ ഷിക എന്ന പെൺകുട്ടിയുടെ രൂപം നന്നായി തന്നെ തെളിഞ്ഞു നിൽപ്പുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ആ സമയം. ഇത്രത്തോളം ഹൃദയം നൽകി സ്നേഹിച്ചവർ എന്തിനായിരിക്കും പിരിഞ്ഞത്? അതായിരുന്നു ഉള്ളിൽ നിറഞ്ഞു നിന്ന ചോദ്യം. വൈകുന്നേരം തന്നെ ഇവന്റ് മാനേജ്മെന്റ് ടീം വീട്ടിലെത്തിയിരുന്നു. അലങ്കാരങ്ങളും ആഘോഷങ്ങളും മറ്റുമായി തിരക്കിലായിരുന്നു. പിന്നീടും ഇതിനെ കാണാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. പിറ്റേന്ന് രാവിലെ ആഡംബര ഹോട്ടൽ വെച്ചായിരുന്നു റിസപ്ഷൻ. രാവിലെ മുതൽ തുടങ്ങിയ ഒരുക്കമാണ്. കല്ലുകൾ പതിപ്പിച്ച ലഹങ്കയിൽ അതേ സുന്ദരിയായിരുന്നു സരയു. എങ്കിലും അത് ഇട്ടുകൊണ്ട് നടക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നിയിരുന്നു. പരിപാടി തുടങ്ങും മുൻപ് തന്നെ സരയുവിന്റെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ വന്നത്. അവരെ കണ്ട് ഓടിച്ചെന്ന് അച്ഛന്റെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സായിരുന്നു അവൾക്ക്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും സ്വന്തം മാതാപിതാക്കളെ കണ്ട ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൾ കൗതുകത്തോടെ അവർക്കൊപ്പം നിന്നു. മകളെ കണ്ടവർ അത്ഭുതപ്പെട്ടു പോയിരുന്നു. ചേച്ചി ഒരു സിനിമാ നടിയെ പോലെ ഉണ്ട്. കുഞ്ഞിയുടെ കമന്റാണത്. മുഴുവൻ മേക്കപ്പ് ആണടി, രാവിലെ മുതൽ തുടങ്ങിയതാണ്, ഒന്നും കഴിച്ചിട്ടില്ല. അവളുടെ മുഖത്തേക്ക് നോക്കി നിരാശയോടെ സരയു പറഞ്ഞപ്പോൾ കുഞ്ഞി അതിനൊന്ന് ചിരിച്ചിരുന്നു. മുത്തശ്ശിയാണെങ്കിൽ മനസ്സ് നിറഞ്ഞ് നിൽപ്പുണ്ട്. മിഥുൻ സാറ് വണ്ടിയൊക്കെ അയച്ചു മോളെ, രാവിലെ തന്നെ അമ്മയും കൂടി കൊണ്ടുവരണമെന്ന് നിർബന്ധം പറഞ്ഞു. എല്ലാവർക്കും ഇന്നലെ ഡോക്ടർ വന്ന് പുതിയ വസ്ത്രങ്ങളൊക്കെ കൊണ്ടു തന്നിരുന്നു.
ആവേശത്തോടെ രാഘവൻ പറയുകയാണ്. അവരുടെ നിറഞ്ഞ സന്തോഷം അവളുടെ മനസ്സിൽ എവിടേക്കോ കൊത്തി നോവിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും സുഖമുള്ള ഒരു അനുഭൂതി നിറച്ചിരുന്നു. കുറച്ചു നാളെങ്കിലും അവർ സമാധാനത്തോടെ ഉറങ്ങുമെന്ന് അവൾ വിചാരിച്ചു. വീട്ടിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് കുറേ നേരം അവരോടൊപ്പം നിന്നപ്പോഴേക്കും മിഥുൻ അവിടേക്ക് വന്നിരുന്നു. വില കൂടിയ സ്യൂട്ടാണ് അവന്റെ വേഷം, അവളുടെ ലൈംഗിക്കിണങ്ങുന്ന രീതിയിലുള്ള വേഷം. അവർക്കരികിലേക്ക് നടന്നു വരുന്ന മിഥുനെ കണ്ടപ്പോഴേക്കും രാഘവന്റെ മുഖത്ത് വിധേയത്വം നിറഞ്ഞിരുന്നു. ഞാൻ തിരക്കിനിടയിൽ നിങ്ങൾ വന്നത് കണ്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റിയില്ല. സാരമില്ല സർ, അങ്ങോട്ട് വന്ന് ഞങ്ങളല്ലേ കാണേണ്ടത്. ഭവ്യതയോടെയാണ് രാഘവൻ അത് പറഞ്ഞത്. മകളുടെ ഭർത്താവിനെ അച്ഛനെ വിളിക്കുന്നത് സാറെന്നാണോ? അയാളുടെ കൈകളിലേക്ക് പിടിച്ച് അവൻ അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അയാൾ അത്ഭുതത്തോടെ നോക്കി. സന്തോഷം കൊണ്ട് സരീവിന്റെ മിഴികളിൽ നിറഞ്ഞിരുന്നു. ഒരു അപരിചിതത്വമില്ലാതെ തന്റെ വീട്ടുകാരോട് സംസാരിക്കുന്നവനെ കണ്ടപ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു. ഇതിലും വലിയ സമ്മാനം അവൻ തനിക്ക് നൽകാനില്ലെന്ന് അവൾ ഓർത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് അരുന്ധതിയും വന്നു. ആദ്യം വന്നവർ സരീവിന്റെ അമ്മയുടെ കയ്യിലാണ് പിടിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാലോ, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് വിളിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയൊന്നുമല്ല മോന്റെ പെണ്ണിന്റെ വീട്ടുകാരോട് ഇടപെടേണ്ടത് എന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ, അവന്റെ കാര്യങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കാണെ തീരെ വയ്യ. പരിമിതികൾ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആവുന്നത്. ഒരു ക്ഷമാപണം പോലെ അവൻ അത് പറഞ്ഞപ്പോൾ അത്ഭുതമായിരുന്നു സരയുവിനും വീട്ടുകാർക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ, രാഘവനാണ് പറഞ്ഞത്. ഞങ്ങൾക്കറിയാലോ എൻ്റെ മോൾ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് തന്നെ നിങ്ങളുടെ നല്ല മനസ്സാണ്, രാഘവൻ വീണ്ടും പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ രാഘവന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അല്ല, സരയുവിന്റെ അച്ഛൻ പറഞ്ഞത് തെറ്റാണ്. എൻ്റെ മോന്റെ ഭാഗ്യമാണവൾ. സരയുവിനെ നോക്കി നിറഞ്ഞ മനസ്സോടെ അരുന്ധതി അത് പറഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്ന കണ്ണുകളിലെല്ലാം ആശ്വാസം നിറഞ്ഞു നിന്നിരുന്നത് അവർ കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മിഥുന്റെ മാനേജർ വന്നത്. രണ്ടുപേരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവന്റെ അരികിലേക്ക് ചെന്നിരുന്നു സരയു. നമ്മൾ സ്റ്റേജിലേക്ക് കയറാൻ പോവുക. അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ ഉടലെടുക്കുന്ന പരിഭ്രാന്തി അവൻ അറിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കേണ്ട. എന്തെങ്കിലും ടെൻഷൻ തോന്നിയാൽ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചാൽ മതി. അത് സമ്മതിച്ച് തലയാട്ടി അവൾ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന അലങ്കാര ബൾബുകളുടെ വയറിലേക്ക് അവളുടെ പാവാടയുടെ അടിഭാഗം തട്ടി അവൾ വീഴാൻ പോയിരുന്നു. വീഴാൻ തുടങ്ങും മുൻപേ ഒരു കൈകൊണ്ട് താങ്ങി നിർത്തി മിഥുൻ. വീഴാൻ പോയപ്പോൾ നേരെ അവന്റെ കൈകളിലേക്ക് വീണത്. ഒരു നിമിഷം മിഴികൾ തമ്മിൽ കോർത്തു. അവളുടെ മിഴികളുടെ ആഴങ്ങളിൽ ആദ്യമായി അവൻ അടുത്തു കണ്ടിരുന്നു. പളുങ്കുപോലെ തിളക്കമുള്ള രണ്ട് മുത്തുകൾ. ആ മിഴികളിൽ നിന്ന് തൻ്റെ മിഴികളെ പിൻവലിക്കുവാൻ ഒരുപാട് പണിപ്പെടേണ്ടി വന്നു. തൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അത് ആഴ്ന്നിറങ്ങും പോലെ അവന് തോന്നിയിരുന്നു. അതെ, റൊമാൻസൊക്കെ പിന്നിൽ വന്ന് അഭി പറഞ്ഞപ്പോഴാണ് മിഥുന് സ്ഥലകാലബോധം ലഭിച്ചത്. അതുവരെ ഏതോ ലോകത്തിലായിരുന്നുവെന്ന് അവന് തോന്നി. ഒരു നിമിഷം വല്ലായ്മയും സരയുവിലും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ അവനിൽ നിന്നും അടർന്നു മാറി. ശ്രദ്ധിച്ചു നടക്ക്. ഉണ്ടായ ജാളിത മറക്കാൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞിരുന്നു. സ്റ്റേജിലേക്ക് കയറാം, അഭിയാണ് പറഞ്ഞത്. നീ വീട്ടിൽ വെച്ച് നിന്നെ പെണ്ണും പിള്ളയെ കാണാറില്ലേ? അഭി മെല്ലെ ചോദിച്ചു. അതോ കല്യാണം കഴിഞ്ഞ് 3 ദിവസമായപ്പോൾ സരയുവിനെ കണ്ട് കൊതി തീർന്നില്ലേ? ആദ്യമായിട്ടാണ് കാണുന്നത് പോലെ നോക്കുന്നില്ലല്ലോ. മിഥുനെ മാത്രം കേൾക്കാൻ പാകത്തിന് സ്റ്റേജിലേക്ക് കയറുമ്പോൾ അഭി പതിയെ പറഞ്ഞപ്പോൾ മിഥുൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി അവന്റെ ചൊടികളിൽ ഉണ്ടായിരുന്നു. താരനിബിന്ധമായ ആഡംബര പരിപാടി തന്നെയായിരുന്നു. രാഷ്ട്രീയ രംഗത്തു നിന്നും സിനിമാ രംഗത്തു നിന്നും ഒക്കെയുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ക്യാമറ ഫ്ലാഷുകൾ തിങ്ങി നിറഞ്ഞു. സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള പല മുഖങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു സരയു. ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു നിമിഷം. അല്ലെങ്കിലും പ്രവചനാതീതമാണ് ജീവിതം എന്ന് പറയുന്നത്. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുമോ? സരയു ഓർക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അവതാരകൻ പെട്ടെന്ന് മൈക്കുമായി വന്ന് പറഞ്ഞത്, മിഥുൻ സാറ് നല്ലൊരു നടനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു ഗായകൻ കൂടിയാണ്. പല ചിത്രങ്ങളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇന്ന് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അവതാരകൻ അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം മിഥുന് ഞെട്ടിപ്പോയിരുന്നു. അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു ചോദ്യം. അവൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും വേദിയിലുണ്ടായിരുന്നവരെല്ലാം സമ്മതിച്ചില്ല. അവസാനം എഴുന്നേൽക്കുകയല്ലാതെ അവന് മുൻപിൽ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അവതാരകൻ നീട്ടിയ മൈക്ക് വാങ്ങി ഏത് ഗാനം പാടണമെന്ന് അവൻ ആലോചിച്ചു. ഒരു നിമിഷം അവൻ വെറുതെ സരയുവിന്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖം മനസ്സിൽ നിറഞ്ഞു നിന്ന നിമിഷം അറിയാതെ അവൻ പാടിപ്പോയിരുന്നു. പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ സരയു മാത്രമായിരുന്നു. അവന്റെ രാഗവിസ്താരത്തിൽ ഒരു നിമിഷം അവളും സർവം മറന്നുപോയി.
എത്ര മനോഹരമായാണ് അവൻ പാടുന്നത് എന്ന് അവൾ ഓർത്തിരുന്നു. ഏറെ നേരം നീണ്ടുനിന്ന ആ പാർട്ടി അവർക്കൊട്ടും അടുപ്പുളവാക്കിയില്ല. എല്ലാത്തിനും സഹായിയായി ഒപ്പം തനു ഉണ്ടായിരുന്നു. അതോടൊപ്പം അച്ഛനും അമ്മയ്ക്കും പരിഗണന നൽകി അഭിയും. പരിപാടി കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു നോവ് ഉണർന്നിരുന്നു. കുറച്ച് സമയമെങ്കിലും താൻ ഒറ്റയ്ക്കെല്ലാം തോന്നിയിരുന്നു. അവർ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഏകാന്തയിലേക്ക് പോയിരുന്നു. മിഥുൻ സാറിന്റെ സമയം പോലെ നിങ്ങൾ അവിടേക്ക് ഇറങ്ങണം. തിരികെ പോകും മുൻപ് രാഘവനാണ് പറഞ്ഞത്. അപ്പോഴേക്കും മിഥുനും വന്നിരുന്നു. ഒരുപാട് തിരക്കുള്ള ആളാണെന്നറിയാം. സമയം പോലെ വീട്ടിലേക്ക് വരണമെന്നോ? അതൊരു ചടങ്ങില്ലേ അച്ഛാ? തീർച്ചയായിട്ടും വരാം. എന്നാണെന്ന് ഞാൻ അറിയിക്കാം. പിന്നെ സരീവിന്റെ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അതിനുശേഷം എന്നാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരണ്ടേ? എന്താവശ്യമുണ്ടെങ്കിലും അഭിയോട് പറഞ്ഞാൽ മതി. അവന്റെ നമ്പർ വാങ്ങണം. അല്ലേ ഡോക്ടർ സനോപിനോട് പറഞ്ഞാലും മതി, മിഥുൻ പറഞ്ഞു. ഡോക്ടറെ പരിപാടിക്ക് കണ്ടില്ലല്ലോ, രാഘവൻ പറഞ്ഞു. അവനൊരു ക്യാമ്പിലാണ്. ക്യാമ്പൊക്കെ വന്നാൽ പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആശുപത്രിയിലുള്ള ക്യാമ്പാണ്. ഒരു നിർവാഹവുമില്ല, വരാനെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. തിരികെയുള്ള യാത്രയിൽ സരീവ് സന്തോഷവതിയായിരുന്നു. ഇനിയിപ്പോൾ ഒരു ഇന്റർവ്യൂ കൂടെ കൊടുക്കണം. അതോടെ കഴിഞ്ഞ സെലിബ്രിറ്റി മിഥുന്റെ കല്യാണം എന്ന് പറഞ്ഞ പേരുള്ള പ്രഹസനം തീർന്നു. പെട്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു നൊമ്പരം ഉടലെടുത്തിരുന്നു. അവളുടെ മുഖത്ത് പെട്ടെന്ന് വന്ന മാറ്റം അവനും ശ്രദ്ധിച്ചിരുന്നു. എന്തു പറ്റിയടോ? പെട്ടെന്നൊരു മൂഡ് ചേഞ്ച്? ഒന്നുമില്ല. ക്ഷീണമുണ്ടെങ്കിൽ കിടന്നോ. കുറച്ചു നേരം കൂടി എടുക്കും വീട്ടിലെത്താൻ. കണ്ണേറ്റൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഞാനിങ്ങനെ ഉറങ്ങുന്നേ. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്നത് ഇത് ആദ്യമായിട്ടില്ലടോ. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഡ്രൈവിങ്. ഡ്രൈവേഴ്സിനെ ഒന്നും ഞാൻ ഇതുവരെ നിർത്തിയിട്ടില്ല. ഡ്രൈവിംഗ് എൻ്റെ ഒരു പാഷൻ കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിർത്താത്തത്. എനിക്ക് ക്ഷീണമൊന്നുമില്ല. വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും കുളി കഴിഞ്ഞ ക്ഷീണം കൊണ്ട് രണ്ടുപേരും പെട്ടെന്ന് ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ ഉണർന്നതും ഇതിന് സെറ്റിൽ നിന്ന് ഒരു ഫോൺ വന്നിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ റെഡിയായി വന്നു. പെട്ടെന്ന് എവിടെയോ പോകാനുള്ള വേഷത്തിൽ അവനെ കണ്ട് സറിയു അന്തം വിട്ടു. എനിക്ക് പെട്ടെന്ന് സെറ്റിലെത്തണം. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇനി വരൂ. സറിയുവിന്റെ മുഖത്തേക്ക് നോക്കി അവൻ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടുന്നത് അവൻ കണ്ടിരുന്നു. എന്തു പറ്റി? അവൻ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഒറ്റക്കാകുമല്ലോ എന്ന് ഓർത്തു. ഒറ്റക്കല്ലല്ലോ, ഇവിടെ അമ്മയുണ്ട്, ലക്ഷ്മി അമ്മയുണ്ട്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ അപ്പുറത്ത് അമ്മാവനും അമ്മായിയും എല്ലാവരും ഉണ്ടല്ലോ. 4 ദിവസത്തെ ഷൂട്ടുള്ളൂ. ഒരു ഫൈറ്റ് കൂടി ചെയ്യാനുണ്ട്. അതോടെ ഷൂട്ട് കഴിയും. ഒരുപാട് ദൂരെയൊന്നുമല്ല, കൊച്ചി തന്നെയാണ് ലൊക്കേഷൻ. പക്ഷേ ഇന്ന് വരാൻ പറ്റില്ല. കുറെ നൈറ്റ് ഫൈറ്റ് ഉണ്ട്. ഫുൾ ടൈം റിഹേഴ്സലൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് വരാൻ പറ്റാത്തേ. തനിക്ക് ബോറടിക്കും, അല്ലെങ്കിൽ കൂടെ കൂട്ടാമായിരുന്നു. വാടി അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു ആശ്വാസം എന്നതുപോലെ അവൻ പറഞ്ഞപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു. അയ്യോ, അതൊന്നും വേണ്ട. പോകുന്നെന്നറിഞ്ഞപ്പോൾ ഒരു വിഷമം. ഇത്രയും ദിവസം ഒപ്പമുണ്ടായ ആള് പെട്ടെന്ന് വിട്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന. കൂടെ കൊണ്ടുപോകണമെന്നല്ല ഉദ്ദേശിച്ചത്. അവൾ തന്റെ ഭാഗം വിശദീകരിച്ചു. എന്റെ ജോലി ഇങ്ങനെയാടോ. വിളിക്കുന്ന സമയത്ത് ഓടിപ്പിടിച്ചു പോകും. എങ്കിൽ കണ്ണേട്ടൻ പോകാൻ റെഡിയാകൂ. ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. സറിയു പുറത്തേക്ക് പോകാൻ തുടങ്ങിയവളെ അവനൊന്ന് വിളിച്ചു. ഐ വിൽ മിസ് യു. അവന്റെ മറുപടിയിൽ അവളൊന്ന് അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഞാൻ പറഞ്ഞതിന് പകരം പറയുകയാണോ? അല്ലടോ, തന്നെ ഞാൻ ശരിക്കും മിസ് ചെയ്യും. നമ്മൾ പരിചയപ്പെട്ടിട്ട് ഒരുപാട് ദിവസമായില്ലെങ്കിൽ പോലും വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ തൻ്റെ സാമീപ്യം എന്നിൽ വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഉണരുമ്പോഴും താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു കൗതുകം തോന്നിയിരുന്നു. ഈ 4 ദിവസം ആ കൗതുകം ഉണ്ടാവില്ല. ശരിക്കും ഞാൻ തന്നെ മിസ് ചെയ്യും. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഞാൻ തിരികെ പോകുമ്പോൾ എന്നെ ശരിക്കും മിസ് ചെയ്യുമല്ലോ. ചെറുചിരിയോടെയാണ് അവൾ അത് പറഞ്ഞതെങ്കിലും ചിരിച്ചുകൊണ്ട് നിന്നവന്റെ മുഖത്തെ പുഞ്ചിരി മായ്ക്കാൻ കഴിവുള്ള വാക്കുകളായിരുന്നു അത്. ആ നിമിഷമാണ് അതിനെപ്പറ്റി മിഥുനും ചിന്തിച്ചത്. 1 വർഷം കഴിഞ്ഞ് താൻ എവിടെ പോകാനാ? ഈ വീട്ടിൽ നിന്ന് പോകുമായിരിക്കും, എൻ്റെ ലൈഫിൽ നിന്ന് പോകില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതിനൊരിക്കലും അവസാനിക്കില്ല. അവന്റെ ആ വാക്കുകൾ അവളിൽ ഒരു പുഞ്ചിരി നിറച്ചിരുന്നു. ഹൃദയത്തിലൊരു തണുപ്പ് നിറയുന്നത് പോലെ. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയപ്പോഴേക്കും എല്ലാവരും എത്തിയിരുന്നു. ആദ്യം തന്നെ ഡയറക്ടറുടെ മുറിയിലേക്ക് ചെന്ന് സീനിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അന്ന് മുഴുവൻ റിഹേഴ്സലായിരുന്നു. ഫൈറ്റ് ചെയ്യുമ്പോൾ ഡ്യൂപ്പിനെ വയ്ക്കുവാൻ മിഥുന് സമ്മതിക്കില്ല. എല്ലാ ചിത്രത്തിലും സംഘടനാ രംഗങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യണമെന്ന് അവന് നിർബന്ധമാണ്. മറ്റൊരാളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാൻ അവന് ഇഷ്ടപ്പെട്ടില്ല. അതാണ് കാരണം. അതുകൊണ്ട് നീണ്ടു നിൽക്കുന്ന റിഹേഴ്സലിന് ശേഷം മാത്രമേ ആ രംഗം ഷൂട്ട് ചെയ്യാറുള്ളൂ. അന്ന് ഒരുപാട് വൈകിയിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരെ ഹോട്ടൽ റൂമിലേക്ക് ചെന്ന് ഫുഡ് കഴിക്കുന്നതിനിടയിലാണ് ഡോറിൽ ആരോ മുട്ടിയത്. നോക്കിയപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളും ഒപ്പം ഡയറക്ടറുണ്ട്.
മുറിയിലേക്ക് കയറി സിനിമയുടെ എഡിറ്റിങ്ങിനെ പറ്റിയൊക്കെ കാര്യമായി സംസാരിച്ചിരുന്നു. പ്രൊഡ്യൂസറെ കണ്ടില്ലല്ലോ, മിഥുനാണ് ചോദിച്ചത്. എന്താ മിഥുൻ, പേയ്മെന്റ് കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അല്പം തമാശയോടെ ഡയറക്ടർ ചോദിച്ചു. അല്ല, ഞാൻ വന്നതിനു ശേഷം സാറിനെ കണ്ടതേയില്ല, അതുകൊണ്ടാ. നമ്മുടെ ഫിലിമിലെ നായിക ഒരു പുതിയ കുട്ടിയാണ്, ഒരു മോഡലായിരുന്നു. പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിച്ചാൽ മതി, എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണ്. അപ്പൊ പിന്നെ പ്രൊഡ്യൂസർ എവിടായിരിക്കുമെന്ന് ഞാൻ മിഥുനോട് പ്രത്യേകം പറയണോ? ഒന്ന് ഊന്നി ഡയറക്ടർ ചോദിച്ചപ്പോൾ മിഥുനൊന്നും മിണ്ടിയില്ല. എന്താ മിഥുൻ, തനിക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ? വേണമെങ്കിൽ റെഡിയാക്കാം, ഡയറക്ടർ പറഞ്ഞപ്പോൾ മിഥുന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു, അതോടൊപ്പം തന്നെ ദേഷ്യവും. ഞാൻ അങ്ങനെ ഒരാളാണെന്നാണോ ഇത്ര വർഷത്തിനിടയിൽ സാറിന് തോന്നിയിട്ടുള്ളത്? മിഥുന്റെ മുഖം മാറിയപ്പോഴേക്കും ഡയറക്ടർ വിളറി. ഞാനൊരു തമാശ പറഞ്ഞതാടോ. എനിക്ക് ഭ്രമം സിനിമയോടും അഭിനയത്തോടും മാത്രമാണ്, അല്ലാതെ സിനിമയിലെ പെൺശരീരങ്ങളോടല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ അവസരങ്ങൾ ഏറെയായിരുന്നു എനിക്ക്. ഡോണ്ട് റിപ്പീറ്റ്. ഒരു മുന്നറിയിപ്പ് പോലെ അവനത് പറഞ്ഞപ്പോൾ അവൻ നല്ല ദേഷ്യത്തിലാണെന്ന് ഡയറക്ടർക്ക് മനസ്സിലായിരുന്നു. പിന്നീടൊന്നും പറയാതെ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ് രണ്ടുപേരും മുറിയിൽ നിന്നും ഇറങ്ങിയിരുന്നു. അസ്വസ്ഥമായ മനസ്സോടെയാണ് ഉറങ്ങാൻ കിടന്നത്. പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് സരയുവിന്റെ മുഖം ഓടിയെത്തി. അവളോട് സംസാരിക്കാൻ അവന്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. വേനൽ മഴ. ഫോണെടുത്ത് അവൻ നോക്കി. സമയം ഏകദേശം 10:30 മണിയോടടുത്തിട്ടുണ്ട്. ഈ സമയത്ത് അമ്മ ഒറ്റയ്ക്കുള്ളുവെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടാവും. സരയും ഒരുപാട് സമയം ഉറക്കം വിളിച്ചിരിക്കുന്ന കൂട്ടത്തിലല്ല. വിളിക്കണോ വേണ്ടയോ എന്ന് അവനൊരു മടി തോന്നി. എങ്കിലും ഒന്ന് വിളിച്ചേക്കാമെന്ന് കരുതി അവൻ വീട്ടിലെ ലാൻഡ് നമ്പറിൽ ഡയൽ ചെയ്തിരുന്നു. ഫോൺ വിളിക്കുമ്പോൾ ഇതുവരെ അറിയാത്ത ഒരു പ്രത്യേക പ്രവർത്തനങ്ങൾ തന്റെ ഹൃദയത്തിൽ നടക്കുന്നത് അവൻ അറിഞ്ഞു. ഹൃദയം പെരുമ്പറ മുഴക്കുന്നത് പോലെ. എന്തിനാണതെന്ന് അവനപ്പോൾ മനസ്സിലായിരുന്നില്ല. വല്ലാത്തൊരു പരവേഷം. പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കപ്പെട്ടു. ലക്ഷ്മി അമ്മയാണെന്ന് സ്വരത്തിലൂടെ തന്നെ അവന് മനസ്സിലായി. ഞാനാണ് ലക്ഷ്മി അമ്മേ. ആഹാ, കുഞ്ഞായിരുന്നോ? ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇതുവരെ പിടിച്ചില്ലല്ലോ എന്ന്. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അമ്മ കിടന്നോ? അമ്മ കിടന്നോ? സരയു കുഞ്ഞിനെ വിളിക്കണോ? അവന്റെ ഉള്ളം മറിഞ്ഞിട്ടെന്ന പോലെ അവർ അവനോടായി ചോദിച്ചിരുന്നു. അതിൽ അവനൊന്ന് പുഞ്ചിരിച്ചു. ഉറങ്ങിയെങ്കിൽ അവളെ വിളിക്കണ്ട. ഉറങ്ങിയിട്ടില്ല. കുറച്ചു മുൻപേ കൂടി അമ്മ കഴിച്ച പാത്രങ്ങളെല്ലാം കൊണ്ട് അടുക്കളയിലേക്ക് വന്നിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ കുഞ്ഞെ. അത് പറഞ്ഞ ലക്ഷ്മി അരുന്ധതിയുടെ മുറിയിലേക്ക് പോയപ്പോൾ കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സരയു. കുഞ്ഞെ, കണ്ണൻ മോന് വിളിക്കുന്നുണ്ട്. അത് കേട്ടപാടെ ഹൃദയത്തിലൊരു കുളിര് വീഴുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു. അത്രമേൽ പ്രിയപ്പെട്ട ആരോ വിളിക്കുന്നത് പോലെ, തൻ്റെ ഇരുളിൽ ആശ്വാസം വീഴുന്ന പൊൻകിരണം പോലെ, ഉള്ളിൽ വന്നു നിറഞ്ഞ ക്ഷീണം എവിടേക്കോ മായുന്നത് പോലെ. ഒരു പുഞ്ചിരി അവളുടെ ചൊടിയിലും പരിണമിച്ചിരുന്നു ആ നിമിഷം. ലക്ഷ്മിയോടൊപ്പം നടക്കുമ്പോൾ ഹൃദയതാളം വല്ലാതെ വർദ്ധിക്കുന്നത് സരയു അറിഞ്ഞു. ഹലോ. അവളുടെ സ്വരം കാതിലേക്ക് വീണ നിമിഷം തന്നെ സർവ്വതും മറന്നതുപോലെയായിരുന്നു അവന് തോന്നിയിരുന്നത്. മറ്റൊന്നും വേണ്ട എന്നതുപോലെ. ഇത്ര നേരം തന്റെ മനസ്സിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം ഈ സ്വരം കേൾക്കാത്തതായിരുന്നു എന്ന് പോലും അവന് തോന്നിയിരുന്നു. ഒരു നിമിഷം പൂർണ്ണമായതുപോലെ അവന് തോന്നി. കിടന്നായിരുന്നോ? അല്പം മടിയോടെയായിരുന്നു അവൻ ചോദിച്ചത്. ഇല്ല, അമ്മ ഉറങ്ങി. കണ്ണേട്ടനൊന്ന് വിളിച്ചില്ലല്ലോ എന്ന് വൈകുന്നേരം ഓർത്ത് പറഞ്ഞേ ഉള്ളൂ. പരിഭവമ്പോടെ അവൾ പറഞ്ഞപ്പോൾ അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തിരക്കായിരുന്നടോ, അതാണ് വിളിക്കാൻ പറ്റാഞ്ഞത്. കഴിച്ചോ? അവളുടെ നാവിൽ നിന്നും ഏറെ കരുതൽ നിറഞ്ഞ ഒരു ചോദ്യം. അത് അവന്റെ ഹൃദയം നിറച്ചിരുന്നു. ഇല്ല, കഴിക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. താൻ കഴിച്ചോ? ഞാൻ കഴിച്ചു. പിന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ ലക്ഷ്മി അമ്മയോട് നമ്മുടെ അടുത്തുള്ള മുറിയിലേക്ക് വന്ന് കിടക്കാൻ പറ. ഞാൻ അമ്മയുടെ മുറിയിലാണ് കണ്ണേട്ട കിടക്കുന്നത്. അമ്മയുടെ മുറിയിലോ? തനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? അമ്മയ്ക്ക് വയ്യാത്തതല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഒരാൾ കൂടി ഒപ്പം ഉണ്ടാകുന്നതല്ലേ നല്ലത്. അമ്മയ്ക്കൊപ്പം അടുത്ത മുറി തന്നെയാ ലക്ഷ്മി അമ്മ ഉള്ളത്. അടുത്ത മുറിയും ഒരുമിച്ച് കിടക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കണ്ണേട്ടാ. ഓഹോ, അതൊക്കെ ഇരിക്കട്ടെ. ഇരുന്ന് ബോറടിച്ചോ തനിക്ക്? സത്യം പറഞ്ഞ ഇന്നിവിടെ കണ്ണേട്ടൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വിഷമം തോന്നി, അവൾ പരിഭവത്തോടെ പറഞ്ഞു. അവന്റെ മനസ്സ് നിറഞ്ഞിരുന്നു ആ മറുപടിയിൽ. അതെന്താ? ഒരു കൗതുകത്തോടെ തന്നെയാണ് അവൻ ചോദിച്ചത്. അമ്മയോട് വർത്താനം പറഞ്ഞിട്ട് അറിയാതെ ഞാനെപ്പോഴോ മുകളിൽ കയറി പോകും. അപ്പോഴെല്ലാം ബാൽക്കണിയിൽ കണ്ണേട്ടൻ ഉണ്ടെന്നാ എൻ്റെ വിചാരം. ഇല്ലെന്നറിയുമ്പോൾ മനസ്സിലൊരു വിഷമം പോലെ. ഞാനും തന്നെ മിസ് ചെയ്തു. താൻ പറഞ്ഞതിന് പകരം പറയല്ലോ. തന്നെ പറ്റി ചിന്തിക്കാൻ ഇന്ന് പകലൊന്നും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല, മിഥുൻ പറഞ്ഞു. പക്ഷേ വൈകിട്ട് ഇവിടെ വന്നപ്പോൾ ഒറ്റയ്ക്കിരുന്നപ്പോൾ ഒരു മിസ്സിങ് തോന്നി. ഹൃദയം തുറന്ന് രണ്ടുപേരും സംസാരിച്ചു. ശരി, കിടന്നോളൂ. സമയം ഒരുപാടായി കാണും. ഞാൻ നാളെ വിളിക്കാം. ശരി കണ്ണേട്ടാ.
തുടർന്നുള്ള ദിവസങ്ങൾ എണ്ണിയായിരുന്നു രണ്ടുപേരുടെയും ദിനങ്ങൾ കടന്നുപോയത്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു അനുഭൂതിയായിരുന്നു രണ്ടുപേർക്കും ആ നിമിഷങ്ങൾ. തങ്ങളിൽ വന്നു ചേരുന്ന മാറ്റത്തിന്റെ പേര് എന്തെന്നറിയാതെ രണ്ടുപേരും കുഴഞ്ഞുപോയിരുന്നു. അവളോട് തോന്നിയ അടുത്ത സൗഹൃദം കൊണ്ടാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ മിഥുൻ മനസ്സിനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണെന്ന് വിശ്വസിക്കാനാണ് അവൻ ശ്രമിച്ചത്. തനിക്ക് അവൻ ചെയ്തു തന്ന സഹായങ്ങൾ കൊണ്ട് തോന്നിയ സ്നേഹത്തിന്റെ പുറത്താണ് എന്ന് അവളും വിശ്വസിച്ചു പോയിരുന്നു. അങ്ങനെ ഇരുവർക്കുമിടയിൽ അനുരാഗം ഒരു ഒളിച്ചുകളി നടത്തി തന്നെ നിന്നു. എന്നാൽ ഉള്ളിൽ തിങ്ങി നിറയുന്ന വികാരത്തിന്റെ പേര് പ്രണയം എന്നാണെന്ന് മനസ്സിലാക്കാൻ അവരുടെ മനസ്സുകൾക്ക് കഴിഞ്ഞിരുന്നില്ല ആ നിമിഷം. മിഥുനില്ലാത്ത 4 ദിവസങ്ങൾ കൊണ്ട് ആ വീടുമായി അമ്മയുമായി നന്നായി ഇണങ്ങിക്കഴിഞ്ഞിരുന്നു സരയും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം ലക്ഷ്മി കുളിപ്പിക്കുന്ന അരുന്ധതിയെ അവൾ എല്ലാ ദിവസവും കുളിപ്പിച്ചണിയിച്ചൊരുക്കി. പൂജാമുറിയിലെ പ്രാർത്ഥനയുടെ ചുമതല സരയു ഏറ്റെടുത്തു. എല്ലാ ദിവസവും 5 മണിക്ക് വിഷ്ണു സഹസ്രനാമം കേട്ട് ആ വീടുണരാൻ തുടങ്ങി. വീടിന് തന്നെ പുതിയൊരു ഉന്മേഷം കൈവന്നത് അരുന്ധതിയും ലക്ഷ്മിയും അറിഞ്ഞിരുന്നു. വളരെ സന്തോഷത്തോടെ ആ മാറ്റങ്ങളെ അവർ സ്വാഗതം ചെയ്തു. ഇതിനിടയിൽ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കാനും അവൾ മറന്നില്ല. തനുവിനെയും ഇടയിൽ വിളിച്ച് സംസാരിക്കുമായിരുന്നു. ലക്ഷ്മിയേട്ടത്തെയും അവൾ മറന്നില്ല. സ്കൂൾ വിട്ടുവരുന്ന കുഞ്ഞോട് വിശേഷങ്ങളാൻ ചോദിച്ചറിഞ്ഞ് അവൾ നല്ലൊരു ചേച്ചിയായി മാറി. തന്നെ സ്നേഹിക്കുന്ന എല്ലാവരിലേക്കും അവളുടെ സാന്നിധ്യമെത്തി. രാത്രികളിൽ മാത്രം വിളിക്കുന്ന മിഥുൻ ഫോൺ കോളുകൾക്ക് വേണ്ടി അവൾ കാത്തിരിപ്പായിരുന്നു. ആ സമയം ഫോൺ അടിക്കുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതും അടിവയറ്റിലൊരു തരിപ്പുണ്ടാവുന്നതും അവൾ അറിഞ്ഞു. ഇതേ വികാരങ്ങൾ അവനിലും നിറഞ്ഞുവെങ്കിലും അതിന്റെ കാരണം അവർക്ക് മുൻപിൽ അന്യമായി തന്നെ നിന്നു. 4-ാം ദിവസം ഉച്ചയോടെ മിഥുനെത്തുമെന്ന് വിളിച്ചറിയിച്ചപ്പോൾ ലക്ഷ്മിക്കൊപ്പം പാചകത്തിന് അവളും നിന്നു. പച്ചമാങ്ങ കഴുകി അരിയുകയാണ് കറിക്ക് വേണ്ടി ലക്ഷ്മി. കണ്ണൻമോന് പണ്ട് പഴുത്ത മാങ്ങ പുളിശ്ശേരി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടായിരുന്നു. ഒരുപാട് ചോറ് കഴിക്കും. ഇപ്പോഴല്ലേ ഉച്ചയ്ക്കൊക്കെ ചപ്പാത്തിയും ജ്യൂസൊക്കെ കുടിക്കാൻ തുടങ്ങിയത്. കണ്ണേട്ടന് വരുമ്പോൾ ചപ്പാത്തി മതിയായിരിക്കും, മാവ് കുഴയ്ക്കാം ഞാൻ, ഉത്സാഹത്തോടെ അവൾ പറഞ്ഞു. വേണ്ട മോളെ, ഞാൻ കുഴച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് മയം വരാൻ വേണ്ടി വെച്ചിരിക്കുകയാ, അവർ പുഞ്ചിരിയോടെ സരയുവിനോട് പറഞ്ഞു. വരാറാകുമ്പോഴേക്കും ചുട്ടുവെക്കാം. ലക്ഷ്മിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. സരയു കേട്ടു. ഹൃദയത്തിലൊരു പഞ്ചാരിമേളം തുടങ്ങുന്നത് അവൾ അറിഞ്ഞു. അവൾ പോലും അറിയാതെ വേഗതയിൽ അവളുടെ കാലുകൾ ഉമ്മറത്തേക്ക് ചലിച്ചു. കതക് തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ഒരു നിമിഷം മനസ്സിൽ നിറഞ്ഞു നിന്ന സന്തോഷമൊന്ന് മാഞ്ഞുപോയി. ഡോക്ടർ സനൂപ്. ഒരു പുഞ്ചിരി അയാൾക്ക് നേരെ അവൾ നീട്ടിയിരുന്നു. എന്താണ് സരയു, മറന്നുപോയോ? ചെറുചിരിയോടെ സനൂപ് ചോദിച്ചപ്പോൾ അവൾ അമ്പരപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ മറക്കാൻ കഴിയുമോ സർ? എൻ്റെ ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങൾ തന്നത് സാറിനെ പരിചയപ്പെട്ടതിന് ശേഷമല്ലേ? അപ്പോൾ താൻ ഹാപ്പിയാണ്? സനൂപ് ചോദിച്ചു. എൻ്റെ അച്ഛനും അമ്മയും ഹാപ്പിയായ ഞാനും ഹാപ്പിയാണ്. അവരിപ്പോൾ വലിയ സന്തോഷത്തിലാണ്. പിന്നെ കണ്ണേട്ടൻ, അല്ല മിഥുൻ സാറ് നല്ല ആളാണ്. മോശമായിട്ട് എന്നോട് ഇടപെട്ടിട്ട് പോലുമില്ല. കണ്ണേട്ടൻ എന്നാണോ അവനെ സരയു വിളിക്കുന്നത്? വളരെ രസകരമായ രീതിയിൽ സനൂപ് അത് ചോദിച്ചപ്പോൾ അവൾക്കൊരു ജാള്യത തോന്നിയിരുന്നു. അല്ല സർ, ഇവിടുത്തെ അമ്മ പറഞ്ഞു. അവൾ വിക്കി. ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. മിഥുനില്ലേ? ഇല്ല, ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ്. ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്. സനൂപ് പുഞ്ചിരിയോടെ സനൂപിനോടായി പറഞ്ഞു. ഓ അങ്ങനെയാണോ? നമുക്ക് അകത്തേക്കിരിക്കാം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സനൂപിനെ പിന്തുടർന്ന് അവൾ നീണ്ട ഇടനാഴിയിൽ നിന്നും അകത്തെ മുറിയിലേക്ക് പ്രവേശിച്ചിരുന്നു. അവിടെ സെറ്റിയിലേക്ക് സനൂപ് ഇരുന്നു. സരയു ഇരിക്കടോ, അവൻ പറഞ്ഞപ്പോൾ അവൻ അഭിമുഖമായി അവൾ ഇരുന്നു. സരയുവിന്റെ മുഖത്തെ സന്തോഷം തെളിയുന്നുണ്ട്. താനിവിടെ ഹാപ്പിയാണെന്ന്. പക്ഷേ എനിക്ക് മിഥുനെ വർഷങ്ങളായിട്ട് അറിയാം. തന്നോട് വിശ്വസ്തത കാണിക്കുന്ന ആളിനോട് വളരെ മാന്യമായിരിക്കും മിഥുൻ ഇടപെടുന്നത് എന്ന് വിചാരിച്ച് താൻ ഒരുപാട് സന്തോഷിക്കരുത്. ഈ സന്തോഷങ്ങൾക്ക് 1 വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. മിഥുനെ എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടും തൻ്റെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ടും പറയുന്നതാണ്. അവൻ്റെ വാക്കുകൾ അവളിൽ ഒരു നൊമ്പരം ഉണർത്തി. സാർ ഉദ്ദേശിച്ചത് ഈ സൗഭാഗ്യങ്ങളൊക്കെ കണ്ട് ഞാൻ മതിമറക്കരുത് എന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് സന്തോഷിക്കുമ്പോൾ വേദനയുടെ ആഴവും അത്രയും കൂടുതലായിരിക്കും, സനൂപ് പറഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ 1 വർഷം മാത്രമേ ഉള്ളൂ എന്ന് താൻ തന്നെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ വന്നത് തന്നെ വിവാഹത്തിന് മുൻപേ മിഥുൻ എന്നോട് പറഞ്ഞിരുന്ന ഒരു ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കി നേരത്തെ തന്നെ കൊണ്ട് സൈൻ ചെയ്ത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ 1 വർഷം കഴിയുമ്പോൾ മാത്രം അത് ഫയൽ ചെയ്താൽ മതിയല്ലോ. അതിൻ്റെ കാര്യങ്ങൾ സരയുവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ്.
ഞാൻ പിന്നെ വിളിച്ചപ്പോൾ മിഥുൻ ഫോൺ എടുത്തില്ല. സാറിൻ്റെ ഭയം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ സൗഭാഗ്യങ്ങളൊന്നും കണ്ട് ഞാൻ മതിമറന്നിട്ടില്ല. സന്തോഷമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് തെളിഞ്ഞ ഒരു പുഞ്ചിരി മാത്രമാണ്. പിന്നെ മിഥുൻ സാറ് എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, എൻ്റെ അമ്മയെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന്. അതിനപ്പുറം ഒരു സന്തോഷം എനിക്ക് ജീവിതത്തിൽ മറ്റൊന്നില്ല. അവളുടെ കണ്ണുകളൊന്ന് തുളുമ്പി. സരീവിനെ സങ്കടപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. മിഥുന് തന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവൻ അതേ പുഞ്ചിരിയോടെ പറഞ്ഞു. നാളെ സരീവിൻ്റെ വിവാഹം വന്നാലും മിഥുന് നന്നായി തന്നെ സഹായിക്കും, അതെനിക്ക് ഉറപ്പാണ്. ചിരിയോടെ അവൻ പറഞ്ഞു. വിവാഹം? അവളൊന്ന് ചിരിച്ചു. ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ. ഒരു നിമിഷം സനൂപ് ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. സരയൂ? വിശ്വസിക്കാൻ കഴിയാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. സത്യമാണ്, ഇനി ഒരിക്കലും മറ്റൊരു താലിക്ക് മുൻപിൽ ഞാൻ കഴുത്ത് നീട്ടില്ല, അതുറപ്പാണ്. പക്ഷേ മിഥുൻ സാറിന് ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. സാറ് പറയുന്ന ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്നിറങ്ങും, ഒരു പരാതിയും കൂടാതെ. എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് കൊടുക്കും. അവൾ അതേ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇന്ന് വേണമെങ്കിൽ ഇന്ന് ഞാൻ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് സർ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹം ഉണ്ടാവില്ല. അഗ്നിസാക്ഷിയായി മൂകാംബിക ദേവിയുടെ നടയിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലി ചാർത്തി തന്നത് മിഥുൻ സാറാണ്. ഞാനൊരു സാധാരണ പെണ്ണാണ്. എന്നെ സംബന്ധിച്ച് വിവാഹം എന്നാൽ ജീവിതത്തിൽ ഒന്നേയുള്ളൂ, അത് നടന്നു കഴിഞ്ഞു. മിഥുൻ സാറാണെങ്കിലും മറ്റാരാണെങ്കിലും ഒരിക്കൽ മാത്രമേ എൻ്റെ കഴുത്തിൽ താലി വീഴൂ. ഇത് ഊരിക്കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ ആ സ്ഥാനത്തേക്ക് ഇനി മറ്റൊരു താലി വരില്ല. സരീവിൻ്റെ വെളിപ്പെടുത്തലിൽ സനൂപൊപ്പം തന്നെ പുറത്ത് ഇടനാഴിൽ നിന്ന് മിഥുനും അമ്പരന്ന് പോയിരുന്നു. നിൽക്കുന്നിടത്ത് നിന്ന് ചലിക്കുവാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു മിഥുന്. മനസ്സിൽ തോന്നുന്ന വികാരം എന്തു തന്നെ അറിയില്ലായിരുന്നു അവന്. കുറ്റബോധമാണോ അതോ മറ്റെന്തെങ്കിലും വികാരമാണോ തന്നെ മൂടുന്നതെന്ന് അവന് ആ നിമിഷം മനസ്സിലായിരുന്നില്ല. തന്റെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം ഹോമിച്ചിരിക്കുന്നു എന്ന ചിന്ത അവനെ വല്ലാത്ത വേദനയിൽ ആഴ്ത്തിയിരുന്നു. അവളുടെ നിസ്സഹായാവസ്ഥ ആയിരിക്കില്ലേ അവരെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. തുളസിപ്പൂ പോലെ നൈർമല്യമുള്ള ഒരു പെൺകുട്ടിയാണ്. അവളെ കൊണ്ടല്ലെങ്കിലും ഇങ്ങനെയൊരു തീരുമാനമെടുക്കാനേ സാധിക്കൂ. അതിനെ അവൾക്ക് കഴിയൂ. അത് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു മിഥുനും. അവന് സ്വയം വെറുപ്പ് തോന്നി. ഷികയോടുള്ള വാശിക്കും അപ്പുറം അമ്മയ്ക്ക് നൽകേണ്ട ഒരു സന്തോഷത്തിന് വേണ്ടി നടത്തിയ വിവാഹമെന്ന് സത്യത്തിൽ ഇത് അമ്മയോട് ചെയ്തതും ഒരു വഞ്ചനയായിരുന്നു. തൻ്റെ സ്വാർത്ഥത മോഹത്തിൽ എത്ര പേരാണ് വേദനിക്കപ്പെടുന്നത് എന്നവൻ ഓർത്തു. പക്ഷേ പുറമെ ആരും ഇതറിയുന്നില്ല. എല്ലാവരുടെയും വേദന സ്വയം ഏറ്റെടുക്കുന്നത് അവളാണ്. ആ വേദന ഉള്ളിലൊതുക്കിയായിരിക്കും ഓരോ നിമിഷവും അവൾ ജീവിക്കുന്നത് എന്നവൻ തോന്നിപ്പോയിരുന്നു. ഹൃദയം വല്ലാതെ നോവുന്നത് അവൻ അറിഞ്ഞു. സരയുവിൻ്റെ കാൽപെരുമാറ്റം കേട്ടപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറി ഉമ്മറത്തേക്ക് പോയിരുന്നു അവൻ. ഉമ്മറത്തെത്തിയ സരയു കാണുന്നത് മിഥുനെ ആയിരുന്നു. അവനെ കണ്ടതും വീണ്ടും ഹൃദയം പെരുമ്പറ മുഴങ്ങാൻ തുടങ്ങി. പക്ഷെ ഏതോ ഒരു ചിന്തയിൽ അവൻ്റെ അരികിലേക്ക് എത്തുവാൻ ആ കാലുകൾക്ക് ബലമുണ്ടായിരുന്നില്ല. ഒരു വാടിയ പുഞ്ചിരി അവന് നൽകി. തന്നെ കണ്ടപാടെ അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങിയതും നിമിഷ നേരം കൊണ്ട് ആ മുഖം വാടിയതും അവൻ അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായി. അതിൽ കാരണം അവനെ അറിയാമായിരുന്നുവെങ്കിലും നിറഞ്ഞൊരു പുഞ്ചിരി തന്നെയാണ് അവൾക്ക് പകരമായി അവൻ നൽകിയത്. എന്താടോ, ഇത്രയും ദിവസം എന്നോട് ഫോണിൽ സംസാരിച്ച ആളല്ലല്ലോ മുന്നിൽ നിൽക്കുന്നത്. എന്നെ കണ്ടിട്ടൊരു സന്തോഷവും ഇല്ലല്ലോ. ചെറുചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളുടെ മിഴികളിൽ നിറഞ്ഞു നിന്ന ഭാവങ്ങൾ പഠിക്കുകയായിരുന്നു അവന്. അത് വിടരുന്നതും അതോടൊപ്പം തന്നെ ആകാംക്ഷയോടെ അവനെ നോക്കുന്നതുമൊക്കെ അവൻ കണ്ടിരുന്നു. ആ മിഴികളുടെ ഭാഷ അവനപ്പോൾ പരിചിതമായിരുന്നു. ഞാൻ കരുതിയത് എന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ കണ്ണേട്ടനെ നോക്കിയിരിക്കുമെന്ന് പറയുമെന്നാണ് ഞാൻ കരുതിയത്. എവിടെ? ഒരുപാട് നേരമായി വന്നിട്ട്? ഇല്ല, വന്നതേ ഉള്ളൂ. ആ കള്ളം അനിവാര്യമാണെന്ന് അവന് തോന്നിയിരുന്നു. അവൾ പറഞ്ഞതൊന്നും താൻ അറിഞ്ഞില്ല എന്ന് തന്നെ അവൾ വിശ്വസിച്ചോട്ടെ. ഡോക്ടർ വന്നിട്ടുണ്ട്. കാറ് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ സനൂപ് സാറിന് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി എടുക്കാൻ വന്നതാ. എങ്കിൽ പിന്നെ എനിക്കും കൂടി തണുത്ത എന്തെങ്കിലും എടുത്തോ, ഞാൻ സനൂപിന് അടുത്തുണ്ടാവും. കണ്ണേട്ടൻ്റെ ബാഗൊക്കെ കാറിലാണോ? ശങ്കരേട്ടൻ മുറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. താൻ എന്തെങ്കിലും കുടിക്കാനെടുക്ക്. അവൻ പറഞ്ഞപ്പോൾ അവൾ അടുക്കളയിലേക്ക് പോയിരുന്നു. സനൂപിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു മേളമായിരുന്നു. അതിൻ്റെ ഈണങ്ങളൊക്കെ അവൾക്ക് വേണ്ടിയുള്ളതും കുറ്റബോധത്താൽ നിറയുമ്പോഴും മനസ്സിൻ്റെ മറുവശത്ത് ഒരു പഞ്ചാരി മേളം, ഒരു ചെറു സന്തോഷം നിലനിൽക്കുന്നത് അവൻ അറിഞ്ഞിരുന്നു. താൻ കെട്ടിയ താലിയുടെ പേരിൽ മറ്റൊരാളെ വരിക്കില്ലെന്ന് പറഞ്ഞു നിൽക്കുന്നവൾ, അതവൻ ഓർത്തുപോയി. തൻ്റെ താലിക്കും താൻ ചാർത്തിയ സിന്ദൂരത്തിനും അവൾ നൽകുന്ന പ്രാധാന്യം, അത് തനിക്ക് നൽകുന്ന പ്രാധാന്യം തന്നെയല്ലേ.
ആ ഒരു ചിന്ത അവനിലെ പുരുഷനെ സന്തോഷിക്കാൻ ഉതകുന്നതായിരുന്നു. സനൂപ് ഒരു നിമിഷം മിഥുനെ കണ്ടപ്പോൾ ഏറെ സന്തോഷത്തോടെ എഴുന്നേറ്റ് അവനെ ഒന്ന് പുണർന്നു. എന്താടാ, നിന്നെ വിളിച്ചിട്ട് ഒന്ന് ഫോണ് പോലും എടുക്കുന്നില്ല? ഷൂട്ടായിരുന്നടാ, അതാ. നിനക്കറിയാലോ ഷൂട്ടിംഗ് സമയത്ത് ആര് വിളിച്ചാലും എടുക്കില്ല എന്ന്. നീ എന്ന് നാട്ടിലെത്തിയത്? ഞാൻ ഇന്നലെ ഈവനിങ് വന്നിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്കല്ലേ വിശേഷങ്ങളൊക്കെ? ഹണിമൂൺ എങ്ങനെ പോകുന്നു? സാധാരണ എല്ലാ സെലിബ്രിറ്റികളും ഹണിമൂൺ പോകുന്നത് മാലദ്വീപിലല്ലേ? ഞാനൊന്ന് പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ചെറുചിരിയോടെയാണ് മിഥുൻ പറഞ്ഞത്. ആ ചിരിയിൽ സനൂപ് പങ്കുകൊണ്ടു. ഷൂട്ടിംഗ് തുടങ്ങി അല്ലേ? നേരത്തെയുള്ള ഷൂട്ടായിരുന്നു അത്. ഒരു ഫൈറ്റ് സീൻ കൂടി ബാക്കിയുണ്ടായിരുന്നു. ഒരു 10 ദിവസം ഫ്രീയാ. അത് കഴിഞ്ഞിട്ടുണ്ടാവും പുതിയ ഫിലിം. അതിനിടയിൽ സരയുവിൻ്റെ കോളേജിലൊന്ന് പോകണം. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്. നമ്മൾ കാരണം പഠിത്തം മുടങ്ങാൻ പാടില്ലല്ലോ. തൽക്കാലം ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കോളേജിൽ പോയിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വന്നതല്ലേ ഉള്ളൂ, ഇനി പോകണം. ന്യൂ ലൈഫ് എങ്ങനെയുണ്ട്? ഒരു ആകാംക്ഷയോടെയാണ് സനൂപ് ചോദിച്ചത്. പച്ച മലയാളത്തിൽ പറഞ്ഞ വല്ലാത്ത സമാധാനമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സമാധാനം നിറഞ്ഞ ദിവസങ്ങൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. അത്രയ്ക്ക് സമാധാനമായിരുന്നു. സത്യം പറഞ്ഞ സരയുവിനെ പോലെ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചിരുന്നതെങ്കിൽ എൻ്റെ ജീവിതം വളരെ മനോഹരമായിരുന്നേനെ. അവൻ്റെ വെളിപ്പെടുത്തലിൽ നിന്നു തന്നെ സരയു അവനിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് സനൂപിന് മനസ്സിലായി. അഡ്വക്കേറ്റ് ശ്രീജിത്ത് 2-3 വട്ടമായിട്ട് എന്നെ വിളിച്ചിരുന്നു. നീ പറഞ്ഞില്ലേ ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കണമെന്ന്? അതിൻ്റെ പേപ്പറൊക്കെ റെഡിയായിട്ടുണ്ട്. അത് പറയാനാ ശ്രീജിത്ത് വിളിച്ചത്. അപ്പോൾ ഞാൻ അതിനാണ് നിന്നെ കാണാൻ വേണ്ടി വന്നത്. നാളെയോ മറ്റന്നാളോ നിങ്ങൾ 2 പേരും കൂടെ ശ്രീജിത്തിൻ്റെ ഓഫീസിലേക്ക് ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് അറിയാമായിരുന്നു. തൽക്കാലം അത് വേണ്ട സനൂപേ. മിഥുൻ്റെ ആ വാക്കിൽ പോലും ഒന്ന് അമ്പരന്ന് പോയിരുന്നു സനൂപ്. ഒന്നും മനസ്സിലാകാതെ അവൻ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താടാ, ഈ വളരെ കുറച്ച് ദിവസം കൊണ്ട് സരയു അസ്ഥിക്ക് പിടിച്ചോ? ഒരു കളിയോടെയാണ് സനൂപ് മിഥുനോട് അത് ചോദിച്ചത്. അവനൊന്ന് ചിരിച്ചു പോയിരുന്നു അത് കേട്ട്. മിഥുനും ഒന്ന് ചിന്തിച്ചു പോയി. അങ്ങനെയാണോ? ചെറുചിരിയോടെ മിഥുൻ പറഞ്ഞു. അതുകൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ. ഇതിനിടയിൽ ഞാൻ വീണ്ടും ഒരു അഡ്വക്കേറ്റിനെ കാണാൻ പോയെന്നറിഞ്ഞ മീഡിയത് അതൊരു ന്യൂസാക്കി മാറ്റും. എന്തെങ്കിലും ഒരു സോഴ്സ് കിട്ടിയാൽ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും അടുത്ത ന്യൂസുകൾ. കുറച്ചു കാലം ന്യൂസിലൊന്നും എനിക്ക് താല്പര്യമില്ല. ഉടനെ വേണ്ട, 1 വർഷത്തെ സമയമുണ്ടല്ലോ, നമുക്കപ്പോൾ ആലോചിക്കാം. മിഥുൻ പുഞ്ചിരിയോടെ പറഞ്ഞു. നീ അമ്മയെ കണ്ടില്ലല്ലോ, വാ. മിഥുൻ്റെ ഒപ്പം അരുന്ധതിയുടെ മുറിയിലേക്ക് ചെന്നിരുന്നു സനൂപ്. മകൻ്റെ നല്ല ജീവിതം കണ്ടിട്ടുള്ള സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നല്ല തണുത്ത പൈനാപ്പിൾ ജ്യൂസും കൊണ്ടുവന്നു സരയു. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അറിയാതെ മിഥുൻ്റെ കണ്ണുകൾ സരയുവിൻ്റെ മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഓരോ ജോലികളിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും സനൂപ് അത് മനസ്സിലാക്കിയിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് സനൂപ് ഇറങ്ങിപ്പോയിരുന്നു. മുറിയിലേക്ക് പോകും മുൻപ് മിഥുൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. താനൊന്ന് മുറിയിലേക്ക് വാ, ഒരു കാര്യം പറയാനുണ്ട്. അവൾ തലകുനിക്ക് സമ്മതിച്ചു. അരുന്ധതിയുടെ അടുത്ത് കുറച്ചു സമയം ഇരുന്നതിനു ശേഷം സരയു നേരെ മുറിയിലേക്ക് ചെന്നിരുന്നു. അപ്പോഴേക്കും മിഥുൻ കുളി കഴിഞ്ഞ് മുടി ചീകുന്ന തിരക്കിലായിരുന്നു. അകത്തേക്ക് കയറണോ വേണ്ടയോ എന്ന് അന്തിച്ചു നിൽക്കുന്നവളുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി. കേറി വാടോ, ഈ 4 ദിവസം കൊണ്ട് വീണ്ടും നമ്മൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയോ? ചെറുചിരിയോടെയാണ് അവൻ ചോദിച്ചത്. ബാൽക്കണിയിലേക്ക് നടന്നവനെ അവളും അനുഗമിച്ചു. താനിരിക്ക്. കസേരയിൽ ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ അഭിമുഖമായി അവളും ഇരുന്നു കഴിഞ്ഞിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി അവൾക്ക് നേരെ അവൻ നീട്ടിപ്പിടിച്ചു. ഇത് ഞാൻ തനിക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇതെന്ത് കണ്ണേട്ടാ? തുറന്നു നോക്ക്. അവൻ അത് പറഞ്ഞപ്പോൾ അവൾ ആ പൊതി അഴിച്ചിരുന്നു. അത് തുറന്നപ്പോൾ അതിലുണ്ടായിരുന്ന ഐഫോൺ ആയിരുന്നു. ഞാനിവിടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് തന്നെ വിളിക്കണമെങ്കിൽ ഇനി ലാൻഡ് ഫോണിൽ വിളിക്കണ്ടല്ലോ. ഇത് ഒരുപാട് വിലയായിട്ടുണ്ടാവുമല്ലോ. അതൊന്നും നോക്കണ്ട. അതല്ല, എനിക്കിത് ഉപയോഗിക്കാൻ അറിയില്ല കണ്ണേട്ടാ. താൻ ഈ നൂറ്റാണ്ടിലുള്ള പെണ്ണ് തന്നെയാണോ? അത്ഭുതത്തോടെ ചോദിച്ചു അവന്. കൂട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അറിയില്ല. ഒരുപാടൊന്നും അറിയാനില്ല. നമുക്കിപ്പോൾ തന്നെ പഠിക്കാം. ഇങ്ങോട്ട് നീങ്ങിയിരിക്ക്. അവൻ തന്നെ കസേര അവൾക്കരികിലേക്ക് നീക്കിയിട്ട് അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിരുന്നു. വിശദമായി ഓരോന്ന് പറയുന്നതിനിടയിൽ അവളുടെ മുഖത്തിന് നേരെയായിരുന്നു അവൻ്റെ മുഖവും. അവളുടെ മുടിയിൽ നിന്ന് വമിച്ച കാച്ചെണ്ണ ഗന്ധം ഒരു നിമിഷം അവളിലേക്ക് നോക്കുവാൻ അവനെ പ്രേരിപ്പിച്ചിരുന്നു. അത്രയും അടുത്ത് ആ മുഖം അവൻ ആദ്യമായി കാണുകയായിരുന്നു. ഒരു വിരൽ ദൂരം മാത്രമാണ് തങ്ങൾക്കിടയിലുള്ളത്. ഫോണിൽ മാത്രമാണ് അവളുടെ ശ്രദ്ധ. താൻ പറഞ്ഞു കൊടുക്കുന്നത് ഒക്കെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അവള്.
ഒരു നിമിഷം ഫോണിൽ നിന്നും അവന്റെ ശ്രദ്ധ അവളുടെ മുഖത്തേക്ക് നീണ്ടു. പീലികൾ നിറഞ്ഞു വിടർന്ന കണ്ണുകളാണ്. നന്നായി അടുത്തു കാണുമ്പോൾ സ്വർണ്ണ രോമങ്ങൾ നിറഞ്ഞ മുഖമാണ്. നീണ്ട നാസികയും നനുത്ത ചുണ്ടുകളും ആ മുഖത്തെ ഒന്നുകൂടെ സുന്ദരമാക്കിയിരുന്നു. മൂക്കിനും ചുണ്ടിനും ഇടയിലായി ഒരു കുഞ്ഞു മറുകുണ്ട്. കുറച്ചു സമയം അവൻ അങ്ങനെ തന്നെ നോക്കിയിരുന്നു പോയി. കുറെ നേരമായിട്ടും അവനിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടാവാത്തപ്പോഴാണ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയത്. ഒരു നിമിഷം അവനൊന്ന് വല്ലാതെയായി. വീണ്ടും ഫോണിലേക്ക് മുഴുകി അവൾക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുത്തിരുന്നു. അവൻ എത്ര ശ്രമിച്ചിട്ടും മനസ്സും തന്റെ വരുതിയിൽ വരുന്നില്ല എന്ന് തോന്നിയിരുന്നു. എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്നറിയാതെ അവനും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൻ തന്നെ ഫോണിൽ അവന്റെ നമ്പറും സേവ് ചെയ്തിട്ടു. പേരെന്താ വെക്കേണ്ടത്? അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. കണ്ണേട്ടൻ എന്ന് തന്നെ മതി. ഓക്കെ, എൻ്റെ പേരിലാണ് സിം. തൻ്റെ ID പ്രൂഫൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ നമ്പർ തൻ്റെ ഫോണിലും തൻ്റെ നമ്പർ എൻ്റെ ഫോണിലും സേവ് ചെയ്യാം. നാളെ നമുക്ക് തൻ്റെ കോളേജിൽ പോകാം. ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. പ്രിൻസിപ്പാളിനോട് പറഞ്ഞിട്ടുണ്ട് നാളെ നമ്മൾ അവിടേക്ക് വരുമെന്ന്. കണ്ണേട്ടൻ പ്രിൻസിപ്പാളിനെ അറിയാമായിരുന്നു. അത്ഭുതത്തോടെയാണ് അവൾ അത് ചോദിച്ചത്. നേരിട്ട് അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഫാൻസിലുള്ള ആരെങ്കിലും പയ്യന്മാരോട് പറഞ്ഞാൽ അവർ ചെന്ന് കാണുമല്ലോ. അവർ ചെന്ന് കണ്ട് സംസാരിച്ചിരുന്നു. നാളെ നമ്മൾ വരുമ്പോൾ ആൾക്കൂട്ടം ഉണ്ടാകണ്ടെന്ന് കരുതിയാ നേരത്തെ തന്നെ വിളിച്ച് സൂചിപ്പിച്ചത്. നാളെ ഞാൻ ഫ്രീയാ. തിരിച്ചു പോരുമ്പോൾ തൻ്റെ വീട്ടിലും കയറിയിട്ട് പോരാം. അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞത് അവൻ കണ്ടിരുന്നു. പഠനം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണ്ടേ? അതിന് ആരെങ്കിലും വെക്കണോ? ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. അതൊന്നും വേണ്ട, ഞാൻ തന്നെ പഠിച്ചോളാം. പുസ്തകങ്ങളൊക്കെ കിട്ടിയാൽ മതി. പിന്നെ എനിക്ക് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. നോട്ട്സൊക്കെ തനിക്ക് എത്തിച്ചു തരാനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ പ്രിൻസിപ്പാളിനോട് സംസാരിച്ചിരുന്നു. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അതൊക്കെ എത്തിക്കോളും, താൻ പഠിച്ചാൽ മതി. ഇവിടെ വെറുതെ ഇരിക്കുമ്പോഴുള്ളൊരു മടുപ്പും മാറും. വേറെന്തൊക്കെയാ സരയുവിൻ്റെ ഹോബീസ്? ഞാൻ എന്തായാലും അതിൻ്റെ അടുത്ത മാസമൊക്കെ വലിയ തിരക്കിലായിരിക്കും. അതാ ചോദിച്ചേ. എല്ലാം ഔട്ട് ഓഫ് ഇന്ത്യയാണ് ഷൂട്ടിങ്. അതുകൊണ്ട് തന്നെ കൊണ്ടുപോവാനും ഒരു നിർവാഹവുമില്ല. പിന്നെന്ത് ചെയ്യും? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹോബിയൊന്നുമില്ല. അങ്ങനെ ഹോബികളൊന്നും പിന്തുടരാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ലല്ലോ. നിന്ന് തിരിയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടാകും ഇവിടെ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നത്. അവിടെയാണെങ്കിൽ കോളേജിൽ നിന്ന് നേരെ ലക്ഷ്മി അമ്മയുടെ വീട്, പിന്നീട് വീട്, അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. ഇവിടെ എന്നെ കൊണ്ടൊരു ജോലിയും ചെയ്യാൻ ലക്ഷ്മി അമ്മ സമ്മതിക്കില്ല. പിന്നെ ഞാൻ വെറുതെ ഇരിക്കാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് വായിക്കുമായിരുന്നു. വീട്ടിൽ കൊണ്ടുവരും വായിക്കാൻ വേണ്ടി. പക്ഷെ സമയം കിട്ടിയിരുന്നില്ല. വായനാശീലം നല്ലതാ, എനിക്കും പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ വല്ല യാത്രകളിലോ മറ്റോ വായിച്ചെങ്കിലായി. എൻ്റെ കളക്ഷനിൽ കുറേ ബുക്കുകളുണ്ട്, മലയാളവും ഇംഗ്ലീഷും ഒക്കെ ആയിട്ട്. എനിക്ക് കൂടുതലും ശാന്താറാമിൻ്റെ പുസ്തകങ്ങളോടാണ് കൂടുതൽ താല്പര്യം. മിഥുൻ അവരുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. എനിക്കെപ്പോഴും നാടൻ കഥകളാണ് കണ്ണേട്ട ഇഷ്ടം. MTയുടെ മഞ്ഞുപോലെ. ഞാൻ എപ്പോഴും പഴമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അത് തൻ്റെ ഓരോ പ്രവൃത്തിയിലും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. MTയുടെ മഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഗുഡ് വൺ. കൂടുതലും മോട്ടിവേഷൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വായിക്കാറുള്ളത്. അത് വായിക്കുമ്പോഴെങ്കിലും കുറച്ച് പോസിറ്റീവ് കിട്ടട്ടെ എന്ന് കരുതി. തനിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ഷോപ്പിൽ പോയി വാങ്ങാം. അയ്യോ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല കണ്ണേട്ട. കണ്ണേട്ടൻ്റെ കയ്യിലുള്ളത് ഞാൻ വായിച്ചോളാം. ഓക്കെ, ഗുഡ്. അതിരിക്കട്ടെ, ഡിഗ്രി ഇയർ കംപ്ലീറ്റ് ആകുമല്ലോ. ഇനി എന്താ പരിപാടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട്? അവളുടെ മനസ്സൊന്നറിയാനായി അവൻ്റെ ആ ചോദ്യം. സനൂപിനോട് മനസ്സ് തുറന്ന പോലെ തന്നോട് അവൾ സംസാരിക്കുമോ എന്നറിയാൻ വേണ്ടി. മറുപടി കൊടുക്കാൻ അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. ഇവിടുന്ന് പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും തീരുമാനിച്ചിട്ടില്ല. പഴയതുപോലെ തന്നെ. ഒരിക്കലും പഴയതുപോലെയാവില്ല സരയു. നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ആകുമ്പോഴും അതൊരു വാർത്തയാകും. പിന്നെ ഒരു തരം സഹതാപ ലൈനായിരിക്കും കാര്യങ്ങൾ. കാരണം ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ. ഒരു വിവാഹബന്ധം തകർന്നാലും അത് പുരുഷന്റെ മോശപ്പെട്ട സ്വഭാവമാണെന്നേ കൂടുതൽ ആളുകളും ചിന്തിക്കൂ. അവരുടെ കണ്ണിൽ തന്നെയും വഞ്ചിച്ചൊരു പുരുഷനായിരിക്കും ഞാൻ. അവൻ എന്തോ ഓർത്ത് പറഞ്ഞു. ഒരു വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ ഭാര്യയും വഞ്ചിച്ചൊരു പുരുഷൻ. അല്പം പരിഹാസത്തോടെയായിരുന്നു അവനത് പറഞ്ഞത്. സ്വയമേയുള്ള പരിഹാസം. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കണ്ണേട്ട വിചാരിച്ചത്. പക്ഷേ ഓരോരുത്തരോടും ഇടപെടുമ്പോൾ തന്നെ നമുക്ക് അവരെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും. എനിക്ക് നന്നായി അറിയാം കണ്ണേട്ടൻ്റെയും ആ കുട്ടിയുടെയും ജീവിതത്തിൽ നടന്നതിന് കണ്ണേട്ടന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന്. കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവൾ എന്നെ മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ. ഓർമ്മകളിൽ ഒരു നിമിഷം അവൻ തിരനോട്ടം നടത്തി.
അത് പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാലമല്ലേ. ഞാൻ കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, മിഥുൻ പറഞ്ഞു. ഈ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ എന്തായിരിക്കും കണ്ണേട്ടൻ്റെ പ്ലാന്? എനിക്കെന്ത് പ്ലാന്? ഞാൻ ഇതുപോലെ സിനിമയിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെയൊക്കെ ജീവിക്കും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് മനസ്സിനിണങ്ങിയ ആരെങ്കിലും കണ്ടാൽ കെട്ടും. ഇപ്പോൾ ജീവിക്കണമെന്നൊരു തോന്നലുണ്ട്. ഇടം കണ്ണാൽ അവളെ ഒന്ന് നോക്കിയാണ് അവനത് പറഞ്ഞത്. അവളുടെ ഹൃദയത്തിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെയുള്ള ഒരു അന്വേഷണമായിരുന്നു ആ മറുപടി. ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ ഒരു തിരയിളക്കം അവൻ കണ്ടിരുന്നു. പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന മുഖത്ത് തെളിമ നഷ്ടമായി. സരയുവും വളരെ അത്ഭുതത്തോടെ തന്നിലുണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ഉള്ളിലെവിടെയോ ഒരു സ്വാർത്ഥത മുളപൊട്ടുന്നത് സരയു അറിഞ്ഞു. അവൻ മറ്റൊരു പെൺകുട്ടിയെ സ്വന്തമാക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഹൃദയത്തിലെവിടെയോ ഒരു ഗദ്ഗതം അവൾക്ക് അനുഭവപ്പെട്ടു. ഒരു തേങ്ങൽ തൊണ്ടക്കുഴി വരെ വന്ന് എത്തി നോക്കിപ്പോയി. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു മാറ്റം പോലെ. അവൻ കെട്ടിയ താലി ചേർന്നു കിടക്കുന്ന മാറിടം ഒന്ന് ഹൃദയവേദനയാൽ പിടച്ചതുപോലെ അവൾക്ക് തോന്നി. താൻ എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യയായി മാറുന്നത് സരയു ആ നിമിഷം അറിഞ്ഞു. തൻ്റേതെന്ന് വിശ്വസിക്കുന്ന പുരുഷന് തനിക്ക് മാത്രമെന്ന സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയായി മാറി താനെന്ന് ഒരു അത്ഭുതത്തോടെയാണ് അവൾ മനസ്സിലാക്കിയത്. അവൻ മറ്റൊരാൾക്ക് സ്വന്തമാകുമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഹൃദയമേ ഇത്രമേൽ വേദനിച്ചത്? എങ്കിൽ പിന്നെ ശരിക്കും ഒരു വിവാഹം കഴിച്ചാൽ മതിയായിരുന്നല്ലോ. എന്തിനായിരുന്നു ഇങ്ങനെയൊരു നാടകം? ഉള്ളിൽ നിറയുന്ന വേദനയെ മറച്ചുകൊണ്ടായിരുന്നു അവൾ ചോദിച്ചത്. അത് എപ്പോഴെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുമുട്ടണം, അയാളെ ഞാൻ ഇംപ്രസ് ആകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. സരയുവിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ തമ്മിലുള്ള കരാർ അവസാനിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ മറ്റൊരാളെ കണ്ട് ഇഷ്ടമായാൽ വിവാഹത്തിലേക്ക് പോകില്ലേ? പൂർണ്ണമായും അവളുടെ മനസ്സറിയണമെന്ന ആഗ്രഹത്തോടെ തന്നെയായിരുന്നു അവൻ ആ ചോദ്യം ചോദിച്ചത്. അവനോട് എന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഒരു നിമിഷം മറുപടിയില്ലാതെ അവളുടെ മിഴികളിൽ പല ഭാവങ്ങൾ വിടരുന്നത് ഒരാകാംക്ഷയോടെ അവൻ കണ്ടു. അങ്ങനെ നമുക്ക് ജീവിതത്തെ പറ്റിയൊന്നും മുൻവിധിയോടെ പറയാൻ പറ്റില്ലല്ലോ സർ. ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല ഇതുവരെ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതൊന്നും. അവന് യാതൊരു സൂചനയും നൽകാത്തൊരു മറുപടിയായിരുന്നു. എങ്കിലും എന്തെങ്കിലും ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണല്ലോ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ പങ്കാളിയാകാൻ പോകുന്ന ആളെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു സങ്കല്പങ്ങൾ ഉണ്ടാവുമല്ലോ. അതെന്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. വീണ്ടും വീണ്ടും അവൻ ആ ചോദ്യം തന്നെ ആവർത്തിച്ചു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സങ്കല്പങ്ങളൊന്നുമില്ല കണ്ണേട്ട. ഞാൻ ഈ നമ്പറിൽ നിന്ന് വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ, അച്ഛനോടും മുത്തശ്ശിയോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. അതും പറഞ്ഞ് അവൾ അവനിൽ നിന്നും അകന്നു മാറി. പഠിച്ച കള്ളി തന്നെ, അവൻ മനസ്സിലാണ് പറഞ്ഞത്. ചെറിയൊരു പുഞ്ചിരി അവൻ്റെ ചൊടിയിലും സ്ഥാനം പിടിച്ചിരുന്നു. താൻ പോലും അറിയാതെ തന്നിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു ആ നിമിഷം മിഥുന്. വർഷങ്ങൾക്ക് ശേഷം മനസ്സിൽ ഒരു വേനൽ മഴ പെയ്യുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. പ്രണയത്താൽ മുറിവേറ്റ, പ്രണയത്താൽ വിണ്ടുകീറിക്കിടന്ന മരുഭൂമിയിൽ ഒരു കുളിർമാരി എത്തിയിരിക്കുന്നു. എന്താണ് തന്നിൽ തിങ്ങി നിറയുന്ന വികാരത്തിന്റെ പേരെന്ന് പലരും അവനോട് തന്നെ ചോദിച്ചു പോകുന്നു. പക്ഷേ ഉത്തരം അജ്ഞാതമായിരുന്നു. തന്നിൽ തിങ്ങി നിറയുന്ന വികാരത്തിന്റെ പേര് പ്രണയം എന്നാണെന്ന് മനസ്സിലാക്കാൻ അപ്പോഴും അവന് സാധിച്ചില്ല. മനസ്സിലെ വേനലിൽ വേരൂന്നിയ വൃക്ഷങ്ങളിലൊക്കെ തളിർച്ചില്ലകൾ കിളിർക്കുന്നത് അവൻ ആ നിമിഷം അറിഞ്ഞിരുന്നു. ഒരിക്കൽ കൊടുംവേനൽ കരിഞ്ഞു പോയ വൃക്ഷങ്ങൾക്ക് ഒരു മാരി എവിടെ നിന്നോ ഒരാശ്വാസം നൽകുവാൻ എത്തിയതുപോലെ തൻ്റെ മനസ്സിലും ചില തളിരുകൾ വിടരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കാരണം മാത്രം അവന് മുൻപിൽ അജ്ഞാതമായി. അല്ലെങ്കിൽ പ്രണയം അവനെ അത്രമേൽ മുറിവേൽപ്പിച്ചിരുന്നു. അവനിൽ നിന്നും അകന്ന് മട്ടുപാവിൽ വന്നിരിക്കുകയായിരുന്നു സരയു. ആ നിമിഷം അവളും ചിന്തിച്ചു. തന്നിൽ വന്നു ചേർന്ന ചിന്തകളെക്കുറിച്ച് തന്നെയായിരുന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ എപ്പോഴൊക്കെയോ താൻ ചിന്തിച്ചു പോകുന്നുവെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഒരിക്കലും അർഹതയില്ല എന്നറിയാം. ഒരു കരാറിന്റെ പുറത്തുള്ള ജീവിതമാണ് എങ്കിലും എവിടേക്കോ താൻ ഒരു സാധാരണ പെണ്ണായി പോകുന്നു. താരി കെട്ടിയവനെ സ്വന്തം എന്ന് കരുതാൻ ആഗ്രഹിച്ചു പോകുന്നു. മിഥുൻ എന്ന സ്വരം തന്നിൽ ശ്രുതി ചേരുന്നത് അവൾ അറിഞ്ഞു. എന്താണ് തന്നിൽ നിറയുന്നത്? അറിയാതെയാണെങ്കിലും അവൻ മനസ്സിൽ ഭർത്താവിന്റെ സ്ഥാനത്തേക്ക് ചേക്കേറിയെന്ന് അവൾ അറിഞ്ഞു. ഇനിയൊരു വിവാഹമില്ലെന്ന് സനോവിന്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞത് അതുകൊണ്ടായിരുന്നു. ഒരിക്കൽ അവനിൽ നിന്നും തിരികെ പോകണമെന്നത് ആ യാത്രയും അത്രമേൽ തന്നെ തളർത്തുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഒരിക്കലും തൻ്റെ മനസ്സിലുള്ള ഈ വിവരം അവൻ അറിയാൻ പാടില്ല. അർഹതയില്ലാത്തതൊന്നും എത്തിപ്പിടിക്കാൻ ഒരിക്കലും സരയു ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊരു തീരുമാനം അവൾ മനസ്സിലെടുത്തു കഴിഞ്ഞിരുന്നു. ആ രാത്രി രണ്ടു പേർക്കും നിർണായകമായിരുന്നു.
ചിന്തകളും കണക്കൂട്ടലുകളും പിടിവലി നടത്തിയ രാത്രി. നിദ്ര രണ്ടുപേരെയും പുൽകാതെ ആ മുറിയിൽ മൗനമായി നിന്നു. ഇരുവരുടെയും ചിന്തകൾക്കിടയിൽ പല ചോദ്യങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരുന്നു. കൃത്യമായ ഉത്തരത്തിൽ ലഭിക്കാതെ അവ സമസ്യയായി തുടർന്നു. പിറ്റേ ദിവസം സരയു തന്നെയാണ് നേരത്തെ എഴുന്നേറ്റത്. വിഷ്ണു സഹസ്രനാമം കേട്ടുകൊണ്ടാണ് മിഥുൻ കണ്ണു തുറക്കുന്നത്. ചെന്ന് നോക്കിയപ്പോൾ പൂജാമുറിയിൽ നിന്നുമാണ് ഗാനം. പൂജാമുറിയിലെ വിളക്കുകളൊക്കെ തെളിയിച്ച് പ്രാർത്ഥനയിലായിരുന്നു സരയു. ആരും കേട്ടുനിന്നു പോകുന്ന രീതിയിൽ ഇമ്പമാർന്ന സ്വരമാധുര്യം. ഈശ്വരന് പോലും ഇഷ്ടം തോന്നുന്നത് പോലെ. അവൾ മറ്റൊരു ലോകത്താണെന്ന് മനസ്സിലായതോടെ അവൻ മെല്ലെ മുറിയിലേക്ക് പിൻവാങ്ങിയിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞവൾ അടുക്കളയിലെത്തി ലക്ഷ്മിയെ കുറെ സമയം സഹായിച്ചതിനു ശേഷം ഗ്രീൻ ടീയുമായി മുകളിലേക്ക് ചെന്നു. അപ്പോഴേക്കും അവൻ ഉണർന്നിരുന്നു. പല്ല് തേച്ച് വെറുതെ ബാൽക്കണിയിലായിരുന്നു അവന്. അവൾ വരുന്നത് കണ്ട് ചെറുചിരി സമ്മാനിച്ച് അവൻ കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങി. ആഹാ, ഞാൻ ഗ്രീൻ ടീ കുടിക്കുന്നത് തനിക്ക് എങ്ങനെ അറിയാം? ചെറുചിരിയോടെയാണ് അവനത് ചോദിച്ചത്. ലക്ഷ്മി അമ്മ പറഞ്ഞിരുന്നു. അപ്പോ താൻ ശരിക്കും ഒരു ഭാര്യയാകാൻ തീരുമാനിച്ചു. എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ലക്ഷ്മി അമ്മയോട് ചോദിച്ചറിഞ്ഞു അല്ലേ? അവൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചപ്പോൾ അവളുടെ മുഖം ഒന്ന് മങ്ങിയിരുന്നു. അയ്യോ, അങ്ങനെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഒന്നുമല്ല. എന്തോ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ചെയ്യാന്ന് കരുതി. എന്താണെങ്കിലും ഞാനൊരു വർഷം കഴിഞ്ഞ് ഇവിടുന്ന് പടിയിറങ്ങാനുള്ളവളാണെന്ന് എനിക്കറിയാം. കണ്ണേട്ട, അത് മറന്ന് ഞാനൊന്നും പ്രവർത്തിക്കില്ല. അവളുടെ വാക്കുകൾ ഇടറിയപ്പോൾ അവനൊന്ന് അത്ഭുതപ്പെട്ടു. ഞാനൊരു തമാശ പറഞ്ഞതാടോ. സരയു എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് എടുക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല കേട്ടോ. മിഥുനൊരു പരിഭവത്തോടെയാണ് അത് പറഞ്ഞത്. തൻ്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഇഷ്ടമല്ലാത്തൊരു കാര്യം അത് മാത്രമാണ്. നമുക്ക് കരാറൊക്കെ പിന്നെ പറയാം. താനും പോയി കോളേജിൽ പോകാൻ വേണ്ടി റെഡിയാകാൻ നോക്ക്. പിന്നെ സാരി ഒന്നും ഉടുക്കണ്ട കേട്ടോ. തനിക്ക് നല്ല ഫുൾ സ്ലീവ് ഡ്രസ്സാണ് ചേരുന്നത്. നമ്മൾ വാങ്ങിയതിലൊരു ബ്ലാക്ക് അനാർക്കലി ഇല്ലേ, അത് നന്നായി ചേരുമെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ തന്നെ അതിട്ട് കണ്ടിട്ടില്ല. അവൻ്റെ വാക്കുകൾ അവളിൽ ഒരു അത്ഭുതം നിറച്ചിരുന്നു. ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അവൾ അവിടെ നിന്ന് പോയി. അവൻ പറഞ്ഞത് തന്നെയാണ് അവൾ അണിഞ്ഞത്. എന്തോ ഒരു കൗതുകത്തിന്റെ പുറത്ത് അവൻ അവളുടെ ചുരിദാറിന് ചേരുന്ന ഒരു കറുത്ത ഷർട്ടായിരുന്നു ഇട്ടത്. രണ്ടുപേരും മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അരുന്ധതി കുറേ സമയം നോക്കി നിന്നു. ആ കാഴ്ച ഹൃദയത്തിലേക്ക് പതിക്കുന്നത് പോലെ. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞാണ് ഇറങ്ങിയത്. ഇടയ്ക്ക് കാറിലേക്ക് കയറുമ്പോൾ സരയു കണ്ടിരുന്നു ഗേറ്റിനു മുമ്പിൽ വന്നു നിൽക്കുന്ന കുറച്ച് ആളുകളെ. ഒന്നും പ്രതീക്ഷിച്ചു വന്ന് നിൽക്കുന്നതല്ല, അവന്റെ ഒരു കൈവീശലിന് വേണ്ടി. ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും പോകുന്നവർ ആയിരിക്കും. അപ്പോഴായിരിക്കും ഇത് നടൻ മിഥുന്റെ വീടാണെന്ന് അറിയുന്നത്. അവൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി വെറുതെ ഗേറ്റിൽ വന്ന് നിൽക്കുന്ന ചില ആളുകൾ. ഒന്നും പ്രതീക്ഷിക്കാതെ ആ താരത്തോടുള്ള ആരാധന മാത്രം ഉദ്ദേശിച്ച് വരുന്നവർ. എല്ലാവരെയും നോക്കി ഒന്ന് കൈവീഴ്ച കാണിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഒന്ന് ഹോണും അടിച്ചിരുന്നു അവൻ. യാത്രയിലുടനീളം എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അറിയാതെ അവന്റെ മിഴികൾ അവൾക്കു നേരെ പായുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സരയുവിന്റെ മിഴികൾ ഇടയ്ക്ക് അവനെ തേടിയെത്തി. അവ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ നിമിഷം രണ്ടുപേരും ജാളിതയോടെ മിഴികൾ പിൻവലിച്ചിരുന്നു. കുറെ സമയം ഇത് തുടർന്നിരുന്നു. സ്റ്റീരിയോയിലെ പ്രണയഗാനങ്ങൾ ആ നോട്ടത്തിന് മിഴിവേകി. ഇടവഴിയിൽ വെച്ച് കരിക്ക് കണ്ട് അവൾ ആകാംക്ഷയോടെ നോക്കുന്നത് അവൻ കണ്ടു. തനിക്ക് കരിക്ക് വേണോ? ദാഹിക്കുന്നുണ്ട്, കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, അവൾ പറഞ്ഞു. വാങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ താൻ തന്നെ പോയി വാങ്ങണം. ഞാൻ കുറച്ച് മുന്നിലേക്ക് വണ്ടി നിർത്തും, താൻ വാങ്ങിയിട്ട് വന്നാൽ മതി. ശരി ശരി. ചിരിയോടെ തലയാട്ടി അവൾ കരിക്ക് വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായിരുന്നു. പോകുന്നതിന് മുൻപ് അവൻ പോക്കറ്റിൽ നിന്ന് വാലറ്റ് എടുത്ത് അവൾക്ക് നൽകി. ക്യാഷ് എടുക്കാതെയാണോ വാങ്ങാൻ പോകുന്നത്? അയ്യോ, ഞാൻ ഓർത്തില്ല. അവളൊന്ന് പുഞ്ചിരിച്ചു. അവന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു പുഞ്ചിരിയായിരുന്നു അത്. അവൾ പോയ സമയം കണ്ണടച്ച് സീറ്റിലേക്ക് ചാരിക്കിടന്നു അവൻ. അപ്പോഴും ആ ഗാനത്തിന്റെ വരികൾ അവന്റെ കാതിലൂടെ തന്നെ ഒഴുകിക്കിടന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. കണ്ണുകൾ തുറന്ന് അവൻ കണ്ണാടിയിലെ പ്രതിബിംബത്തിലേക്ക് നോക്കി. ശേഷം അവൻ പറഞ്ഞു, മിസ്റ്റർ മിഥുൻ മേനോൻ, ഐ തിങ്ക് യു ആർ ഇൻ ലവ്. അവന്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന ആ സത്യത്തെ അവൻ തിരിച്ചറിഞ്ഞിരുന്നു. ആ സത്യത്തെ തള്ളുവാനും കൊള്ളുവാനും കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ആ നിമിഷം മിഥുൻ. ഇനിയും ഒരു പ്രണയം നഷ്ടം അത് തന്നെ പൂർണ്ണമായി തകർക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അത്രമേൽ പ്രണയിച്ചിരുന്നു. ഇനി ഒരിക്കലും പ്രണയത്തിന്റെ ഒരു തരളിത ഭാവം പോലും തന്നിൽ ഉണരില്ലെന്നായിരുന്നു ഇത്രയും കാലം വിചാരിച്ചിരുന്നത്. അത് തന്നിൽ നിന്നും അകന്നിട്ട് എത്രയോ നാളുകൾ കഴിഞ്ഞു. അതിനുശേഷം താൻ എത്രയോ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അവരോടൊന്നും തോന്നാത്തൊരു പ്രത്യേകതയാണ് ഈ പെൺകുട്ടിയിൽ തനിക്ക് തോന്നിയത്. അവളുടെ ഓരോ പ്രവൃത്തികളും തന്നെ അവളുടെ ആരാധകനാക്കുകയായിരുന്നു. എവിടേക്കെയോ അമ്മയെ താൻ ഓർക്കുന്നു. അമ്മയുടെ പ്രവൃത്തികളുമായി അവൾക്ക് എന്തൊക്കെയോ സാമ്യതകൾ ഉള്ളതുപോലെ.
ഏതൊരു പുരുഷന്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് അവന്റെ അമ്മയാകും. തുടർന്നുള്ള ജീവിതത്തിൽ അവൻ എപ്പോഴും തിരയുന്നത് അമ്മയെ പോലുള്ള ഒരു സ്ത്രീയെ തന്നെയായിരിക്കും. പലപ്പോഴും പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ പുരുഷന്മാരുടെയും മനസ്സിലെ സങ്കല്പം സ്വന്തം അമ്മ തന്നെയായിരുന്നു. അത് മാത്രമല്ല, ആകർഷിക്കപ്പെടാനുള്ള കാരണം എവിടേക്കോ അവൾ തന്റെ ഹൃദയത്തിൽ വേരുപിടിച്ചിരിക്കുന്നു. അവളുടെ ചില പ്രവൃത്തികൾ താൻ ആഗ്രഹിച്ച സങ്കല്പങ്ങളിലുള്ളവയായിരുന്നു എന്ന് തോന്നിപ്പിച്ചു. ഒരു പക്ഷേ കാലം തനിക്ക് വേണ്ടി കാത്തുവെച്ചതാണോ അവൾ? എല്ലാം ഒരു നിമിത്തമാണ്. അങ്ങനെ പല ചോദ്യങ്ങൾ അവന്റെ മനസ്സിൽ ഓടി നടന്നു. ഹൃദയം നീറ്റുന്ന പ്രണയം അത് അവനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. ഉള്ളിൽ തിങ്ങി നിറയുന്ന പ്രണയത്തെ തള്ളാനും കൊള്ളാനും പറ്റാതെ അവൻ വല്ലാത്തൊരവസ്ഥയിലേക്കെത്തി. തനിക്ക് തോന്നിയത് അവൾക്ക് തന്നോട് തിരിച്ചു തോന്നിയില്ലെങ്കിലോ? ഒരിക്കൽ കൂടി ജീവിതം തന്നെ വെഡ്ഡിയാക്കിയാൽ താലി കെട്ടിയവനോട് തോന്നിയൊരു ബഹുമാനം മാത്രമാണ് അവൾ തനിക്ക് തരുന്നതെങ്കിലും അവിടെ വീണ്ടും തന്റെ ഹൃദയം മുറിവേൽക്കുകയും ചെയ്യും. ഇന്നോളം താൻ സ്നേഹിച്ചവരെല്ലാം വലിയ വേദനകൾ മാത്രമാണ് തനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു അനുഭവമാവില്ലെന്ന് ആര് കണ്ടു? ഭയമായിരുന്നു അവനെ പിന്നോട്ട് വരിഞ്ഞത്. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ സരയു എന്ന ചിത്രത്തിന് ഒട്ടും മങ്ങലേറ്റില്ല. അത് തന്റെ ഹൃദയത്തിലേക്കാണ് പതിഞ്ഞത് എന്ന് അവന് മനസ്സിലായി. അപ്പോഴേക്കും അവൾ വന്നിരുന്നു. ചെറുപുഞ്ചിരി അവൾക്ക് നൽകി അവളുടെ കയ്യിൽ നിന്നും കരിക്ക് വാങ്ങി. അറിയാതെ വിരലുകൾ തമ്മിലൊന്ന് സ്പർശിച്ചു. ഒരു നിമിഷം ഇതിനൊരു അനുഭൂതിയിലേക്ക് ചാഞ്ഞു. ഇതിനു മുൻപ് അവളോട് തോന്നാത്ത ഒരു പ്രത്യേക തരം ഇഷ്ടം അവന് തോന്നി തുടങ്ങിയിരുന്നു. ഇന്നുവരെ മോശമായ രീതിയിൽ ഒരു സ്ത്രീയെയും സ്പർശിച്ചിട്ടില്ല. അവളുടെ ഒരു സ്പർശനം പോലും മറ്റെന്തൊക്കെയോ അനുഭൂതികൾ തന്നിൽ നിറയുന്നത് അവൻ അറിഞ്ഞു. വീണ്ടും ഒരു പ്രണയവല്ലരി കൂടി തന്റെ ഉള്ളിൽ തളിർക്കുന്നത് മിഥുനോർത്തു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുവൾക്ക് വേണ്ടി. വിധി എന്തൊരു മായാജാലക്കാരനാണ്. തന്നെ വല്ലാതെ വലയ്ക്കുകയാണ്. ഓരോ നിമിഷവും തന്നിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. ജീവിതത്തിൽ ഇനിയുള്ള കാലഘട്ടം മുഴുവൻ എന്നും ശിഖയിലാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്നും തന്നെ ഏകാന്തയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട വിധി ഇന്ന് തന്നെ മറ്റൊരു വഴിയിലൂടെ വീണ്ടും പ്രണയം ജ്വലിപ്പിച്ചു നിർത്തുന്നു. എവിടെയാണ് ജീവിതം തന്നെ കൊണ്ടെത്തിക്കുന്നത് അവനും അറിയില്ലായിരുന്നു ഒന്നും. ഒരു പക്ഷേ വിധിയുടെ ഒരു മായാജാലം അവന് ഇഷ്ടമായിരുന്നു. അത്രമേൽ നിർമാല്യമായ പെണ്ണിന്റെ മുഖം അവന്റെ മനസ്സിന്റെ ഓരോ ഭിത്തിയിലും മായ്ക്കാൻ സാധിക്കാത്ത വിധം പതിഞ്ഞു പോയിരുന്നു ആ മുഖം.